ഹായ് മക്കളെ, ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററാണ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ എല്ലാ വീഡിയോയുടെയും താഴെ വന്ന് കമൻറ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ആയതുകൊണ്ട് നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾക്കും ഇതിലൊരു വേണ്ടത്ര ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരു ചെറിയ സമയം കൊണ്ട് ഇക്വിലിബ്രിയം എന്ന വലിയ ഒരു ചാപ്റ്ററിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് ചെറുതാക്കിയിട്ട് കൈമാറുകയാണ്. ചെറുതാക്കി കൈമാറുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ആശങ്കകൾ ഉണ്ടാകും. സാറേ, ഇത് പഠിച്ചാൽ മതിയോ, ഇതൊക്കെ തന്നെയാണോ ചോദിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിനെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാക്കി ചെറുതാക്കുക എന്നുള്ളത് എൻ്റെ പണിയാണ്. അതായത് തിയറി ആയിട്ട് നീട്ടി വലിച്ചു പരത്തി പറയാതെ അതിൽ നിന്ന് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എൻട്രൻസ് പോയിന്റിനെ പെറുക്കിയെടുത്ത് നിനക്ക് തരിക എന്നുള്ളത് എൻ്റെ പണിയാണ്. എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അതിനുള്ള ഒരു പ്രാപ്തി എനിക്കുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നീ ക്ലാസ് ഫുള്ള് കണ്ടേ പറ്റൂ. അതിലുള്ള ഈച്ച് ആൻഡ് എവരി പോയിന്റ് നിങ്ങൾ എടുത്തേ പറ്റൂ. ആൻഡ് വൺ മോർ തിങ്, ഈ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇത് മുഴുവൻ പഠിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനുള്ള തൻ്റെ ഇടമായതിനു ശേഷം നീ എന്നോട് പറ. അപ്പം ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ ആ സമയത്ത് പറയാം. അതിനിപ്പോൾ സമയത്തേക്ക് നിങ്ങൾക്കിനി എക്സ്ട്രാ വേണ്ട എന്ന് തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, ഡയറക്റ്റായിട്ട് ഞാൻ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഇക്വിലിബ്രിയത്തെ പ്രധാനമായും ഞാൻ രണ്ട് പാർട്ടായിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന് കെമിക്കൽ ഇക്വിലിബ്രിയം, മറ്റൊന്ന് അയോണിക് ഇക്വിലിബ്രിയം. രണ്ടിൽ നിന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മോനെ, ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് തിയറി പോയിന്റുകളുണ്ട് ഇവിടെ. ഇക്വിലിബ്രിയം ഒരു പ്രാക്ടിക്കൽ ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ആയതുകൊണ്ട് കൂടുതൽ കാൽക്കുലേഷൻസ് ആയിരിക്കും ഇക്വിലിബ്രിയത്തിൽ നിന്നുണ്ടാവുക. എന്നിരുന്നാലും ഇക്വിലിബ്രിയത്തിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, തിയറിയുടെ ഒരു ഭാഗം വരുന്നുണ്ട്. അത് വളരെ സിമ്പിളായിട്ടൊരു നോട്ട് പോലെ ഒന്ന് നിങ്ങൾ എഴുതിയെടുത്തോളണേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോയിന്റുകൾ. ഒന്ന്, എന്താണ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥ അറ്റൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും അളവ് ഈക്വൽ ആകുമ്പോൾ, അല്ലെങ്കിൽ റിയാക്ഷൻ 50% നടക്കുമ്പോൾ എന്നൊക്കെ ഓപ്ഷൻ കാണും. പൊന്നുമോനെ, പെട്ടുപോകരുത്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇത് മാത്രമാണ് ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ. അവിടെ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഈക്വൽ ആവണമെന്നില്ല. റിയാക്ഷൻ 50% നടന്നെത്തണമെന്നില്ല. ചിലപ്പോൾ റിയാക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. അത് ഓരോ റിയാക്ഷൻസിനനുസരിച്ച് മാറും. ചില റിയാക്ഷൻസിൽ റിയാക്ഷൻ തീരാറാകുമ്പോഴാണ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുക. അപ്പോൾ അതൊന്നും ഇവിടുത്തെ ഫാക്ടർ അല്ല. ഓൺലി വൺ പോയിന്റ് ഇതാണ്, പഠിച്ചു വെച്ചോ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറുന്നതിൻ്റെ വേഗത, അതാണ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. അതേ സ്പീഡിലാണ് പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻറ്റുമായി മാറുന്നത് എന്നുള്ളത് മാത്രമാണ് ഇക്വിലിബ്രിയം എന്ന അവസ്ഥയെ ഡിഫൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം, എഴുതൂ, ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം ബോത്ത് സൈഡ്സ്. ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം ബോത്ത് സൈഡ്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം ബോത്ത് സൈഡ്സ്. ഏതാണ് ഈ ബോത്ത് സൈഡ്? ഒന്നിരിക്കൽ റിയാക്റ്റൻറ്റിൻ്റെ സൈഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സൈഡ്. അപ്പോൾ റിയാക്റ്റൻറ്റ് മാത്രം എടുത്താലും പ്രൊഡക്റ്റ് മാത്രം എടുത്താലും രണ്ടുപേരും ഇക്വിലിബ്രിയത്തിലേക്ക്, രണ്ട് ഭാഗത്തു നിന്നും ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ പറ്റും. വെറുതെ ഒന്ന് കേട്ട് വെച്ചേക്ക്. നീറ്റ്, കീമ് പരീക്ഷകളുടെ 10-20 ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ആഴത്തിലുള്ള ചിന്ത നമുക്ക് ഭയങ്കര ദോഷം ചെയ്യും. അതുകൊണ്ട് ചിന്തിക്കണ്ട, എഴുതി പഠിച്ചോ. മൂന്നാമത്തത്, ഇക്വിലിബ്രിയം ഡൈനാമിക് ആണ്. ഇക്വിലിബ്രിയം ഡൈനാമിക് ആണ്, എന്തല്ല, സ്റ്റാറ്റിക് അല്ല. ഡൈനാമിക് എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റാറ്റിക്. ഒന്ന് ഓർത്ത് വെച്ചേക്ക്. എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, ഇപ്പോൾ വേണ്ട. ഇക്വിലിബ്രിയം ഡൈനാമിക് ആണ്, സ്റ്റാറ്റിക് അല്ല. 4, ഇക്വിലിബ്രിയം ഒരു ഓപ്പൺ വെസലിൽ നടക്കില്ല. ഇൻ ഓപ്പൺ വെസൽ ഇക്വിലിബ്രിയം വിൽ നോട്ട് ടേക്ക് പ്ലേസ്. ഇക്വിലിബ്രിയം കനോട്ട് ബി അറ്റൈൻഡ് ഇൻ എ ഓപ്പൺ വെസൽ. ഒരു ഓപ്പൺ വെസലിൽ ഇക്വിലിബ്രിയം നടക്കില്ല. അഞ്ചാമത്തത്, ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് ഫോളോയിങ് ഫാക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഞാൻ ഇനി പറയുന്ന ഫാക്ടറുകളൊക്കെ ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒന്ന്, അയാളുടെ കളറ് കോൺസ്റ്റൻ്റ് ആയിരിക്കും.
ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇങ്ങനെ നടക്കുന്നതിനനുസരിച്ച് ആ കെമിക്കൽ റിയാക്ഷൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടെന്ന് വിചാരിച്ചോ. ആ മാറ്റം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് വരെ ഉണ്ടാവുള്ളൂ. ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കളർ കോൺസ്റ്റൻ്റ് ആണ്, അയാളുടെ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, അയാളുടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, അയാളുടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ഓർത്ത് വെച്ചു. ഈ കാണുന്ന അഞ്ചാമതൊരാൾ കോൺസെൻട്രേഷനും കോൺസ്റ്റൻ്റ് ആണ്. കോൺസെൻട്രേഷനും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കളറ്, ഡെൻസിറ്റി, പ്രഷർ, വോളിയം, കോൺസെൻട്രേഷൻ ഇത്യാദി കാര്യങ്ങളെല്ലാം അറ്റ് ദി ടൈം ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് തിയറി പാർട്ടിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം 2 ടൈപ്പ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഉണ്ട്, KC ആൻഡ് KP. നിങ്ങൾ എൻ്റെ കൂടെ എഴുതി എത്തുന്നില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് പിന്നാലെ വന്നാൽ മതി. ഇത് പ്രീമിയർ ആണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്നോട് ലൈവായിട്ട് ചോദിക്കുന്ന ഡൗട്ടിന് എനിക്കിപ്പോൾ ഉത്തരം പറയാൻ കഴിയില്ല. ഇത് പ്രീമിയർ വീഡിയോ ആണ്. പക്ഷേ നമ്മൾ ക്രാഷ് കോഴ്സിന് വേണ്ടി മാത്രം നമ്മളടുത്ത് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് അവൈലബിൾ ആകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പബ്ലിക്കിന് അവൈലബിൾ ആക്കില്ല. കാര്യം അവർ ഫീസ് തന്നിട്ടല്ലേ പഠിക്കണേ. അതുകൊണ്ട് കെമിസ്ട്രിയിലെ കുറച്ച് ചാപ്റ്ററുകൾ മാത്രമേ നമ്മളിങ്ങനെ പബ്ലിക് ആക്കുകയുള്ളൂ. നമ്മുടെ ഫിസിക്സും ബയോളജിയും എല്ലാം നമ്മളടുത്ത് അൺലിസ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഈ പ്രീമിയർ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോയും അൺലിസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പതുക്കെ വന്നാൽ മതി. പ്രീമിയർ എൻഡ് ചെയ്താലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ ഈ വീഡിയോ അൺഅവൈലബിൾ ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പതുക്കെ വന്നാൽ മതി. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ളതൊക്കെ എഴുതിയെടുത്തിട്ട് വന്നാൽ മതി. 2 ടൈപ്പ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഉണ്ട്, KC ആൻഡ് KP. ശരിയല്ലേ? 2 ടൈപ്പ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് KC ആൻഡ് KP. KCയുടെയും KPയുടെയും എക്സ്പ്രഷൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. 2A + B gives ½ C + D. ഇങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് വിചാരിക്കുക. ഇയാളുടെ KC എങ്ങനെയാണ് കാണുക? KC = ½ C എന്നാണ്. പ്രൊഡക്റ്റിൻ്റെ സൈഡ് അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ? നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പ്രൊഡക്റ്റുകളെയാണ് മുകളിൽ എഴുതേണ്ടത്, ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റ് ആരൊക്കെയാണ്? സിയും ഡിയുമാണ് പ്രൊഡക്റ്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് C raised 1/2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D അല്ലേ? ഇയാളുടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എത്രയാണോ അത് പവറായിട്ട് എഴുതണം എന്ന ചെറിയ അറിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. ഈ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് പവറായിട്ട് എഴുതണം. ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് കഴിഞ്ഞ് താഴെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതുക? കോൺസെൻട്രേഷൻ ഓഫ് A raised 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. ഇയാളുടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് 2 ആണ്. അതുകൊണ്ടാണ് ഇതിന് പവർ 2 വന്നത്. ക്ലിയർ അല്ലേടാ? എന്നാൽ ഡയറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ N2 + 3H2 gives 2NH3. ഹേബർ പ്രോസസ്സ് എന്നാണ് റിയാക്ഷൻ്റെ പേര്. ഇവരെല്ലാവരും ഗ്യാസുകളാണ് എന്നും നിങ്ങൾക്കറിയാം. ഇവനും ഗ്യാസാ. സോ KC = പറഞ്ഞോ, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ആരാ ഉള്ളത്? അമോണിയ raised 2 ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ സൈഡിൽ ആരാ ഉള്ളത്? നൈട്രജൻ ഇൻറ്റു ഹൈഡ്രജൻ raised 3. ശരിയല്ലേടാ? ക്ലിയർ ആണ്. അപ്പോൾ ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ട്. H2 + ½ O2 gives H2O. ഈ H2O എന്ന് പറയുന്ന ആൾ ലിക്വിഡാണ് നിങ്ങൾക്കറിയാം, വാട്ടർ. ഹൈഡ്രജൻ ഗ്യാസാണ്, ഓക്സിജനും ഗ്യാസാണ്. മോനെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതുന്ന സമയത്ത് സോളിഡ് ലിക്വിഡിനെയും നമ്മൾ എഴുതാൻ പാടില്ല. സോളിഡോ ലിക്വിഡോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ KCയുടെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ H2O ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H2O എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. കാരണം H2O ഇവിടെ ലിക്വിഡാണ്. സോളിഡിനെയും ലിക്വിഡിനെയും നമ്മൾ എഴുതാൻ പാടില്ല. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ നമുക്ക് എഴുതാൻ പാടുള്ളതായി ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ 1 എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ സൈഡിൽ നമുക്ക് എഴുതാൻ പാടുള്ള ആളുകളുണ്ട്, ഹൈഡ്രജനുമുണ്ട് ഓക്സിജനുമുണ്ട്. ഓക്സിജൻ്റെ പവർ 1/2 ആണ്. അതുകൊണ്ട് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് 1/2 എന്നുള്ളത് പവറായിട്ട് എഴുതി. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് സോളിഡ് ലിക്വിഡിനെ നോക്കാൻ പാടില്ല, ഗ്യാസിനെയും അക്വസിനെയും മാത്രമേ നോക്കാവൂ. ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിലും അക്വസ് ഫേസിലാണെങ്കിലും മാത്രമേ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ടേമിൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഇക്വേഷനിൽ അവരിൽ കയറി വരുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് KC ആൻഡ് KP ആണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് ഓഫ് KC ആൻഡ് KP ഇത്രയേ ഉള്ളൂ. KCയുടെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, മോൾസ് പെർ ലിറ്റർ ഓൾ റേസ് ടു ഡെൽറ്റ n. കാണാൻ പഠിക്കട എഴുതിയിട്ട് മോൾസ് പെർ ലിറ്റർ ഓൾ റേസ് ടു ഡെൽറ്റ n.
കെ പി എന്താ കെ പി? എടാ കെ പി എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ ടേമിലാണ്. അപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം ATM ആണ് പ്രഷറിൻ്റെ യൂണിറ്റ്. സോ ATM റേസ് ടു ഡെൽറ്റ എൻ വരാം, അല്ലെങ്കിൽ ബാർ റേസ് ടു ഡെൽറ്റ എൻ വരാം, അല്ലെങ്കിൽ പാസ്കൽ റേസ് ടു ഡെൽറ്റ എൻ വരാം. ഇങ്ങനെ പ്രഷറിനുള്ള ഏത് യൂണിറ്റും വരാം റേസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, പ്രഷറിൻ്റെ ഏത് യൂണിറ്റ്? ATM, ബാർ, പാസ്കൽ, മില്ലിമീറ്റർ, HG അല്ലേ, കേട്ടിട്ടില്ലേ? അതുപോലെ ടോറ്, ഇങ്ങനെ കുറേ യൂണിറ്റ് പ്രഷറിനുണ്ട്. അതേതും വരാം. അതിലേതാ വരിക എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നെ നോക്കണം. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തന്നിട്ടുള്ളത്, ATMലാണോ തന്നെ, അപ്പോൾ ATM റേസ് ടു ഡെൽറ്റ എൻ അങ്ങനെയാണ് വരിക. ഓക്കെ, ഇവിടെ നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളത് രണ്ടുപേരുടെയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുകളുടെ യൂണിറ്റുകളിൽ ഒരു ഡെൽറ്റ എൻ എന്ന് പറയുന്ന ഒരു പുതിയ ടേം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്, കാൽക്കുലേഷൻ ഓഫ് ഡെൽറ്റ എൻ. കാൽക്കുലേഷൻ ഓഫ് ഡെൽറ്റ എൻ. എടാ ഡെൽറ്റ എൻ കാണാൻ ഭയങ്കര സിമ്പിളാണ്. സിമ്പിളാണ്, ഞാൻ എഴുതി കഴിഞ്ഞു. NGP മൈനസ് NGR എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം മൈനസ് റിയാക്റ്റൻ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം. എന്താ ഞാൻ പറഞ്ഞത്? പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം മൈനസ് റിയാക്റ്റൻ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം. എടാ 3A + B ഗീവ്സ് 2C + D ആണെന്ന് വെറുതെ വിചാരിക്കുക. എല്ലാവരും ഗ്യാസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇവനും ഗ്യാസ്, ഇവനും ഗ്യാസ്, ഇവനും ഗ്യാസ്, ഇവനും ഗ്യാസ്. അപ്പോൾ ഡെൽറ്റ എൻ എങ്ങനെയാണ് കാണുക? പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ടോട്ടൽ എത്ര ഗ്യാസ് ഉണ്ട്? ഇവിടെ 2C + D എന്നല്ലേ ഉള്ളത്. അപ്പോൾ ടോട്ടൽ 3 ഗ്യാസ് ആണ് പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ളത്. റിയാക്റ്റൻ സൈഡിൽ ടോട്ടൽ എത്ര ഗ്യാസ് ഉണ്ട്? 3A + B. ടോട്ടൽ എത്ര ഉണ്ടടാ? 4 ഗ്യാസ് ഉണ്ട്. അപ്പോൾ 3 - 4, സോ ദി ആൻസർ ഈസ് -1 ഈസ് ദി വാല്യൂ ഓഫ് ഡെൽറ്റ എൻ. അപ്പോൾ ഡെൽറ്റ എൻ എങ്ങനെയാണ് കാണുക? പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം മൈനസ് റിയാക്റ്റൻ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം. വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ N2 + 3H2 gives 2NH3. നമ്മളെ ഹേബർ പ്രോസസ്സ് എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തിക്കേടാ. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കിയേ. N2 + 3H2 gives 2NH3 എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങളുടെ ഉത്തരം ഇതാണ്. ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 2 മൈനസ് റിയാക്റ്റൻ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 4. നൈട്രജനുണ്ട്, 3 ഹൈഡ്രജനുണ്ട്. സോ ദി ആൻസർ ഈസ് -2. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അടുത്തൊരു ഇക്വേഷൻ കൂടി എഴുതി വെച്ചേ. കാർബൺ പ്ലസ് ഹാഫ് ഓക്സിജൻ ഗീവ്സ് കാർബൺ മോണോക്സൈഡ്. കാർബൺ സോളിഡ് ആണ്, ഹാഫ് ഓക്സിജൻ ഗ്യാസ് ആണ്, കാർബൺ മോണോക്സൈഡും ഗ്യാസ് ആണ്. എല്ലാവരും ഒന്ന് ഡെൽറ്റ എൻ കണ്ടു നോക്കിയടാ. ഡെൽറ്റ എൻ പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 1, റിയാക്റ്റൻ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം ഹാഫ് അല്ലേ വരുള്ളൂ. ഇയാൾ മാത്രമല്ലേ ഗ്യാസ് ഉള്ളൂ, ഇയാൾ ഗ്യാസ് അല്ലല്ലോ. അപ്പോൾ ഗ്യാസ് അല്ലാത്തവനെ എണ്ണത്തിൽ കൂട്ടരുത്. 1ൽ നിന്ന് ഹാഫ് പോയാൽ ബാക്കി ഹാഫ് ഉണ്ടാവും. സോ ഡെൽറ്റ എൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് മനസ്സിലായി. ആ ഡെൽറ്റ എൻ കിട്ടിയാലേ നമുക്ക് KC KPയുടെ യൂണിറ്റുകൾ എഴുതാൻ പറ്റുള്ളൂ. അടുത്തൊരു ടേം ഇതാണ്, റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC. ഇത് മരിച്ചാലും മറക്കാൻ പാടില്ലാത്തൊരു റിലേഷനാണ്. KP is equal to KC into RT all raised to delta n. മരിച്ചാലും മറക്കരുത്. KP is equal to KC into RT all raised to delta n. ഒരു 2 എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മുടെ ഹേബർ പ്രോസസ്സ്. N2 + 3H2 gives 2NH3. ഹേബർ പ്രോസസ്സാണ്. മോനെ ഇവിടുത്തെ ഡെൽറ്റ എൻ എത്രയാണെന്ന് ആദ്യം തന്നെ കണ്ടെത്തി വെച്ചോ. ഡെൽറ്റ എൻ എത്രയാണെന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം മൈനസ് റിയാക്റ്റൻ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം. സോ ദി ആൻസർ ഈസ് -2. ഡെൽറ്റ എൻ -2 ആണ്. അപ്പോൾ ഡെൽറ്റ എൻ -2 ആണെങ്കിൽ KP is equal to KC into RT raised to delta n എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. KP is equal to KC into RT all raised to -2. അപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ കാണാം, KP is equal to KC all RT raised to -2 എന്ന് കാണാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കാണാം, KP is equal to KC. മോനെ RTയുടെ പവർ നെഗറ്റീവ് അല്ലേടാ, -2 എന്നല്ലേ കാണണേ. അപ്പോൾ ആ നെഗറ്റീവ് ഒഴിവാക്കാൻ ആ RT എന്നുള്ളതിനെ മൊത്തത്തിൽ താഴേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ KC / RT² ഇങ്ങനെയും കാണാം. ഇപ്പം എന്താ പ്രത്യേകത? മുകളിലുണ്ടായിരുന്ന RT raised to -2 താഴേക്ക് വന്നു. താഴേക്ക് വരുമ്പോൾ മൈനസ് മാറിയിട്ട് പ്ലസ് ആയി. അപ്പോൾ KP is equal to KC / RT². ഇങ്ങനെയും കാണാം. അപ്പോൾ ഓപ്ഷൻ നോക്കണം, അതിലേതാണുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായി നോക്കിയിട്ട് മനസ്സിലാക്കണം. ഇത് നിങ്ങളൊന്ന് ചെയ്തേടാ. H2 + I2 gives 2HI. എല്ലാവരും ഗ്യാസാണ്, എല്ലാവരും ഗ്യാസാണ്. ഇയാളുടെ KPയും KCയും തമ്മിലുള്ള റിലേഷൻ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. ഇതെങ്ങനെ ഉണ്ടാവുക? KP is equal to KC into RT all raised to 0 എന്ന് വരും. കാരണം ഇവിടുത്തെ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണ്. എങ്ങനെ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആയത്? പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 2
മൈനസ് റിയാക്റ്റൻറ്റ് സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം ഇവിടെ 1 ഇവിടെ 1 ടോട്ടൽ 2 മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. സോ കെ പി ഈസ് ഈക്വൽ ടു കെ സി എന്ന് വരും. എടാ എനിത്തിങ് റേസ് ടു 0 1 ആണ്. അപ്പോൾ ആർ ടി റേസ് ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ അത് പോയി, ആ ടേം അവിടെ നിന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. സോ കെ പി ഈസ് ഈക്വൽ ടു കെ സി എന്ന് വരും. അപ്പോൾ എവിടെയാണ് കെ പി ഈസ് ഈക്വൽ ടു കെ സി വരിക എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 4 ഓപ്ഷൻസ് തന്നിട്ട് താഴെയുള്ളതിൽ എവിടെയാണ് കെ പിയുടെയും കെ സിയുടെയും വാല്യൂ ഈക്വൽ ആവുക എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എവിടെയാണ് ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആയി വരുന്നത് എന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലെങ്കിൽ കുറേ പേര് തെറ്റിക്കും. കെ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു? കെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഡിപ്പെൻഡൻസ്. ഇതൊന്നും വിട്ടുപോവാതിരിക്കാനാണ് ഞാനിതൊക്കെ ആദ്യമേ സ്ലൈഡിൽ എഴുതി വെച്ചത്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഡിപ്പെൻഡൻസ്, എടാ ശ്രദ്ധിച്ചു പഠിച്ചോ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലി 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടറുകളെ മാത്രമാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുക. ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ, മരിച്ചാലും മറക്കരുത്, ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ. സെക്കൻഡ് വൺ മോഡ് ഓഫ് എക്സ്പ്രഷൻ. അതെങ്ങനെയാണ് മോഡ് ഓഫ് എക്സ്പ്രഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് സ്പെഷ്യൽ കേസ് എന്ന ഹെഡിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇപ്പോൾ നിങ്ങളിതൊന്ന് ഓർത്ത് വെച്ചോ. ഒന്ന് ടെമ്പറേച്ചർ, മോഡ് ഓഫ് എക്സ്പ്രഷൻ. അപ്പോൾ ടെമ്പറേച്ചർ മാറാതെ അല്ലെങ്കിൽ മോഡ് ഓഫ് എക്സ്പ്രഷൻ മാറാതെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മാറുന്ന പ്രശ്നമില്ല. അപ്പോൾ കോൺസെൻട്രേഷൻ മാറ്റി, പ്രഷർ മാറ്റി, വോളിയം മാറ്റി, ഹൈഡ്രജൻ ആഡ് ചെയ്തു, അയഡിൻ്റെ അളവ് കുറച്ചു, ഇങ്ങനെ പല വിധത്തിലുള്ള ഡയലോഗ് നീ കാണും. എന്ത് കണ്ടാലും പഠിച്ചു വെച്ചോ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മാറൂല. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അങ്ങനെയൊക്കെ പറയട്ടോ. ഒരു റിയാക്ഷൻ ഇങ്ങനെ തന്നിട്ട് ഇതിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 64 ആണ്. ഇതിലെ റിയാക്റ്റൻറ്റിൻ്റെ അളവ് അങ്ങോട്ട് ഡബിൾ ആക്കി. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. പഠിച്ചു വെക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്ക്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ ആൻഡ് മോഡ് ഓഫ് എക്സ്പ്രഷൻ. ക്ലിയർ ആണല്ലോ. അത് വെച്ച് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് കാണിച്ചു തരാം. കാൽക്കുലേഷൻ ഓഫ് കെ സി, ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും. കെ സിയുടെ കാൽക്കുലേഷൻ ഞാൻ 3 വിധത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിലെല്ലാവരും നമ്പർ ഇട്ട് തന്നെ എഴുതിക്കോ. ഫസ്റ്റ് വൺ, ഈഫ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നാൽ, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ തന്നാൽ, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ തന്നാലുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളാണ്. ഇതാ നോക്കിക്കോ. എടാ ഒരു ക്വസ്റ്റ്യൻ എഴുത്. എ പ്ലസ് ബി ഗീവ്സ് 2c. എന്നിട്ട് താഴെത്, ഇത് ക്വസ്റ്റ്യൻ ആണ്, താഴെത് അറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് എ, concentration of B and concentration of C are found to be 0.2, 0.4 and 0.8 respectively. Okay, calculate KC. ഇതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് എഴുതിക്കോ. എടാ മോനെ, ഈ ഇക്വേഷൻ കണ്ടാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. കെ സി ഈസ് ഈക്വൽ ടു, പറഞ്ഞോ, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ സി ഉണ്ട്, അതിന് സ്ക്വയറും ഉണ്ട്, ശരിയല്ലേടാ? ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റ് സൈഡിൽ എയും ബിയും ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇത് ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്തുള്ള സിയുടെ കോൺസെൻട്രേഷൻ, ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്തുള്ള എ ബിയുടെ കോൺസെൻട്രേഷനുകൾ എന്നാണ് ഈ ടേമിലുള്ളത്. അതെല്ലാം ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് എയുടെയും ബിയുടെയും സിയുടെയും കോൺസെൻട്രേഷൻ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിരിക്കും. എപ്പോൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഡയറക്റ്റ് തന്നാൽ. സോ കേസ് ഈസ് ഈക്വൽ ടു, പറഞ്ഞോ, സിയുടെ കോൺസെൻട്രേഷൻ 0.8 ആണ്, അതിൻ്റെ സ്ക്വയർ ഉള്ളത് കൊണ്ട് ഞാൻ 0.8 × 0.8 എന്ന് 2 തവണ എഴുതി. ഡിവൈഡഡ് ബൈ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ 0.2 ആൻഡ് 0.4 ആണ്. മോനെ കട്ട് ചെയ്ത് പോകാൻ ഭയങ്കര എളുപ്പമാണെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? 0.2 0.8 കട്ടായാൽ മുകളിൽ 4 വരും, 0.4ഉം 0.8ഉം കട്ടായാൽ മുകളിൽ 2 വരും, ശരിയല്ലേടാ? 4 × 2, സോ 8 ഈസ് ദി കറക്റ്റ് ആൻസർ. വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ് 8. അപ്പോൾ നോക്കിക്കടാ, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഡയറക്റ്റ് ആണ് തന്നാൽ
ഒന്നുമില്ല, കെ സി കാണാനുള്ള ഇക്വേഷൻ എഴുതാനുള്ള ധാരണ നിങ്ങൾക്കുണ്ട്. എന്നിട്ട് ആ വാല്യൂ നേരെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി എഴുതിയാൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കുറവാണ്, കാരണം അത് അത്രയ്ക്ക് സിമ്പിളാണ്. എന്നാലും അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനം ഇവിടെയാണ് എന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ്. രണ്ടാമത്തെ ടൈപ്പ് ഇതാണ് കൂടുതലും കാണാറുള്ളത്. ഈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് തന്നതെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ചധികം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല, നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കിട്ടണം. അപ്പോൾ ആ ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് നമ്മൾ പിന്നെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഉണ്ടാക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് സഹായിക്കണേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണ പോലെ അഭിനയിക്കണേ. എടാ, ഒരു റിയാക്ഷൻ എഴുത്. 2A ഗീവ്സ് B എന്ന് പറയുന്നൊരു വേണ്ട, ഒരു മിനിറ്റ്, ഒരു ചെറിയ തിരുത്ത്. ഇങ്ങനെ എഴുതൂ. A ഗീവ്സ് B+C എന്ന് എഴുതും. നമുക്ക് ആ റിയാക്ഷൻ അടുത്തതിലേക്ക് വരാം. A ഗീവ്സ് B+C എന്ന് എഴുതുക. എന്നിട്ട് എഴുതൂ ഇനീഷ്യലി, എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതൂ. ഇനീഷ്യലി 2 mol A is present. ഈ A is taken. 2 mol A is taken. 2 mol A എടുത്തു. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് at equilibrium total number of moles is found to be 3 mol. Calculate Kc. എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ എഴുതിക്കുക. ഇനീഷ്യലി 2 മോൾ എ എടുത്തു, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിയപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾ 3 ആണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ കെ സി എത്ര? മോനെ എല്ലാവരും ശ്രദ്ധിക്കണേ. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പേൻ അവിടെ വെച്ചിട്ട് ഹൃദയം എന്നിൽ സമർപ്പിക്കുക. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ ആ റിയാക്ഷൻ ഒന്നുകൂടെ എടുത്തെഴുതണടാ. A ഗീവ്സ് B+C. നിങ്ങൾ എന്നോട് പറ, ഇനീഷ്യലി ഈ കെമിക്കൽ റിയാക്ഷൻ നടത്താൻ എ എത്ര അളവിലാണ് എടുത്തത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 2 മോളല്ലേ എടുത്തത്. അപ്പോൾ ഞാൻ ആ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇവിടെ എഴുതുകയാണ് 2. എടാ, ഇനീഷ്യലി ബിയും സിയും ഉണ്ടാവില്ലല്ലോ, കാരണം അത് പ്രൊഡക്റ്റ് അല്ലേ. ഇനീഷ്യലി പ്രൊഡക്റ്റ് ഉണ്ടാവില്ലല്ലോ, പ്രൊഡക്റ്റ് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇനീഷ്യലി ഉള്ള ബിയുടെയും സിയുടെയും വാല്യൂ ഞാൻ 0 എന്നെടുത്തു. ഇവിടെ ഞാൻ എഴുതിയത് എന്താണ്? ഇനീഷ്യലാണ്. ഇനി ഇക്വിലിബ്രിയത്തിലേക്ക് വരുമ്പോൾ എന്താ വ്യത്യാസം? നിങ്ങൾ എന്നോട് പറ. എ എന്ന് പറയുന്ന ആള് ബിയും സിയുമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേടാ ചെയ്യണേ. എ എന്ന് പറയുന്ന ആൾ ബിയും സിയുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എന്നോട് പറയണേ കുഞ്ഞെ, എയുടെ അളവ് ഇനി കൂടുകയാണോ കുറയാണോ ചെയ്യുക? എ എന്ന് പറയുന്ന ആൾ റിയാക്റ്റൻ്റാ, അപ്പോൾ അയാളുടെ അളവ് ഇനി ഇങ്ങനെ കുറഞ്ഞു വരും. ബിയുടെ അളവും സിയുടെ അളവും കൂടി വരും. നിങ്ങളൊന്ന് നോക്കിക്കേ, എയുടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഇവിടെ 1 അല്ലേ, ബിയും 1 സിയും 1. എന്താ അതിനർത്ഥം? 1 മോൾ എ കുറയുമ്പോൾ 1 മോൾ ബിയും 1 മോൾ സിയും കൂടുന്നു എന്നാണ് അതിനർത്ഥം. ഒന്നുകൂടെ പറയാം. 1 മോൾ എ റിയാക്ട് ചെയ്തിട്ട് 1 മോൾ ബിയും 1 മോൾ സിയും കിട്ടുന്നു എന്നാണല്ലോ ഈ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റുകൾ 1 1 1 ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം. സപ്പോസ് ദി സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് 2 1 3 എന്നായിരുന്നു എന്ന് വെറുതെ വിചാരിക്കും. ഇവിടെ ഉള്ള സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് 2 1 3 ആണെങ്കിൽ നമ്മൾ ഈ ഡയലോഗ് എങ്ങനെയാണ് പറയാ അറിയോ? 2 മോൾ എ കുറയുമ്പോൾ 1 മോൾ ബി കൂടുന്നു, 3 മോൾ സി കൂടുന്നു. കാരണം ബിയും സിയും പ്രൊഡക്റ്റാ, അവർ കൂടുക ചെയ്യുക. അങ്ങനത്തെ 2-3 എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടുത്തെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് വേറെ ചർച്ചയൊന്നുമില്ല. 1 മോൾ എ കുറയുമ്പോൾ 1 മോൾ ബിയും 1 മോൾ സിയും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എത്രയാണ് എ കുറയണതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെ എക്സ് എന്ന് പേര് വിളിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് പോയിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമ്പോഴേക്കും 2ൽ നിന്ന് എക്സ് പോയി, ബാക്കി എന്താ ഉണ്ടാവുക? 2 മൈനസ് എക്സ് എന്നാണ് ഉണ്ടാവുക. 2 മൈനസ് എക്സ്. ക്ലിയർ അല്ലേടാ? ബിയും സിയും എക്സ് കൂടിയിട്ടുണ്ടാകും. അപ്പോൾ എ എത്രയാണോ കുറയണത് അത്രയാണല്ലോ ബിയും സിയും കൂടുക. അപ്പോൾ 0യുടെ കൂടെ ഒരു എക്സ് കൂടിയിട്ടുണ്ടാകും, ഇവിടെയും 0യുടെ കൂടെ ഒരു എക്സ് കൂടിയിട്ടുണ്ടാകും. സോ ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്തുള്ള എയുടെ അളവ് 2 മൈനസ് എക്സ് ആണ്, ബിയുടെ അളവ് എക്സ് ആണ്, സിയുടെ അളവ് എക്സ് ആണെന്ന് നമുക്കിപ്പോൾ കിട്ടി.
ഇനിയാണ് ക്വസ്റ്റ്യനിൽ അടുത്ത ഒരു ഡയലോഗ് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ത്രെഡായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇനീഷ്യലി 2 mol A is taken എന്നേ നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളൂ. അത് വെച്ചാണ് നമ്മളിപ്പോൾ ഈ കാൽക്കുലേഷൻ ഒക്കെ ചെയ്തത്. അടുത്ത ഡയലോഗ് ആറ്റ് ഇക്വിലിബ്രിയം ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഈസ് ഫൗണ്ട് ടു ബി 3 mol. ടോട്ടൽ നമ്പർ ഓഫ് മോള് 3 ആണെന്ന് കണ്ടു എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതെന്തിനുള്ളതാണെന്ന് അറിയാം. എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ പാടെ കൂട്ടിയതല്ലേ ഇട വരിക. ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് 2 - xa ഉണ്ട്, എക്സ് ബി ഉണ്ട്, എക്സ് സി ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂട്ടിയപ്പോൾ എന്നല്ലേടാ ടോട്ടൽ നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞ അർത്ഥം. അതിൻ്റെ വാല്യൂ 3 ആണെന്ന് കണ്ടു. അവിടെ നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാ? ഇത് മൊത്തം കൂട്ടി നോക്ക്. 2 - x + x + x ഈസ് ഈക്വൽ ടു 3 അല്ലേ? ടോട്ടൽ കൂട്ടിയപ്പോൾ 3 ആണെന്ന് കണ്ടു എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. എടാ ഇവിടെ ഒരു -x ഉം +x ഉം തമ്മിൽ കട്ടായി. ബാക്കി 2 + x എന്നാണ് ഉണ്ടാവുക. ശരിയല്ലേ? 2 + x ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 2 + x 3 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാടാ? ഈ 2 അപ്പുറത്തേക്ക് പോട്ടെ. 3 - 2 സോ ദി ആൻസർ ഈസ് 1. എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 1 കിട്ടിയാൽ ആ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 2 - 1 1, ഇവിടെ എക്സ് മാത്രം 1, ഇവിടെ എക്സ് മാത്രം 1. ഇവിടുന്ന് നിനക്ക് കെ സി കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഇനി കാൽക്കുലേഷൻ ഭയങ്കര സിമ്പിളാണ്. കെ സിയുടെ ഇക്വേഷൻ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ. അങ്ങനെയല്ലേടാ നമ്മൾ ഇക്വേഷൻ പഠിപ്പിച്ചേ? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. ഇവരുടെ എല്ലാവരുടെയും വാല്യൂ 1 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. സോ ദി ആൻസർ ഈസ് കെ സിയുടെ വാല്യൂ 1 എന്ന് തന്നെ വരും. ബിയും സിയും എ ഒക്കെ 1 എന്നല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് എക്സ് എടുക്കാനും ആ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കാനും. ഞാൻ നിനക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് കൃത്യമായിട്ട് എഴുതിയെടുക്കണേ. ഇതെല്ലാവരും അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കുക. എ ഗീവ്സ് 2b + c ആണ്. എ ഗീവ്സ് 2b + c ആണ്. ശ്രദ്ധിച്ച് ചെയ്യണേ. എ ഗീവ്സ് 2b + c ആണ്. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതാ എഴുതി വെച്ചോളൂ. 4 mol A is taken. 4 mol A is taken for this reaction. 4 mol A is taken for this reaction. At equilibrium, concentration of B is found to be, at equilibrium, concentration of B is found to be 1 mol. Concentration of B is found to be 1 mol. കാൽക്കുലേറ്റ് കെ സി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒറ്റക്കൊന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി പറ്റിയില്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് ശരിക്ക് കണ്ടു നോക്ക്. എടാ നമ്മൾ എന്താ നിങ്ങളോട് പറഞ്ഞേ? എ ഗീവ്സ് 2b + c. ഇനീഷ്യലി 4 ആണ് എ തന്നിരിക്കുന്നത്. അപ്പോൾ ബിയും സിയും 0 ആയിരിക്കും. ഇനി ഇത് 4 - x ആയിരിക്കും. ഇവിടെ നിന്ന് എക്സ് പോകും. ഇത് 2x ഉണ്ടാകും, ഇത് x ഉണ്ടാകും. കളി മനസ്സിലായില്ലേ? കാരണം ഇതെന്തുകൊണ്ടാണ് 2x ഉണ്ടായത്? ബിയുടെ കോൺസെൻട്രേഷൻ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ് 2 എന്നവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ബി 2x ഉണ്ടാകും, സി എക്സ് ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത ഡയലോഗ് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതായിരിക്കും എന്നല്ലേ ഞാൻ പറഞ്ഞേ? നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്ന ത്രെഡ് ടോട്ടൽ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം എത്രയാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. അറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് 1 mol. അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ 1 mol ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എടാ ബിയുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് എത്രയാടാ? ഈ 2x അല്ലേ? ആ 2xൻ്റെ വാല്യൂ 1 ആണ് എന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. മതി, നമുക്ക് എന്തായാലും മതി, എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ മതിയല്ലോ. സോ എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? വാല്യൂ ഓഫ് എക്സ് ഈസ് 1/2 എന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേടാ? ഹാഫ് ആണ്, ഹാഫ്. അപ്പം 4ൽ നിന്ന് അര പോയാൽ ബാക്കി 3.5 ഉണ്ടാകും. ഇവിടെ 2 × അര 1 ഉണ്ടാകും. ഇവിടെ 1x 0.5 എന്നുണ്ടാകും. ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന ത്രെഡിനെ നന്നായി ശ്രദ്ധിച്ചോളണം. ഇനി നമുക്ക് കെ സി കാൽക്കുലേറ്റ് ചെയ്യാം. കെ സി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കെ സി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ്ഡ് 2. അത് മറക്കരുത്. ബിയുടെ അളവ് 2 ടൈംസ് ഉള്ളത് കൊണ്ട് റേസ്ഡ് 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബിയുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 1 ആണ് തന്നിട്ടുണ്ട്. സോ 1² ഇൻറ്റു
സിയുടേത് 0.5 ആണ് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 3.5 എന്ന് വരും. ക്ലിയർ അല്ലേടാ? 1ൻ്റെ സ്ക്വയർ 1 തന്നെ, അപ്പോൾ 0.5 ഡിവൈഡഡ് ബൈ 3.5 എന്ന് വരും. ഇതിനെ 5 ഡിവൈഡഡ് ബൈ 35 എന്ന് മനസ്സിലാക്കിയാൽ 1/7. 1/7ൻ്റെ വാല്യൂ എത്രയാടാ? 1/7ൻ്റെ വാല്യൂ 0.14 എന്ന് വരും. 0.14 1/7. കാണാതെ പഠിച്ചു വെക്ക്. കാണാതെ പഠിച്ചു വെക്കൊന്നും വേണ്ട, 1/7 നിങ്ങൾ ചെയ്ത് നോക്കിയാലും മതി. 0.14 എന്നാണ് ആൻസർ വരിക. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഡയറക്റ്റ് തരാതിരുന്നാൽ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കാറുണ്ട്. അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്പെഷ്യൽ കേസസ് ആണ്. എടാ സിമ്പിളാണ്, നോട്ട് ചെയ്ത് വെച്ചോ. 2 സ്പെഷ്യൽ കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. എടാ നല്ലോണം ഒന്ന് പഠിച്ചേ. എ ഗീവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ് ആണെന്ന് വെറുതെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബി ഗീവ്സ് എ എന്ന് പറയുന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 1/x ആയിരിക്കും എന്നതാണ് ഒന്നാമത്തെ കേസിൽ പഠിപ്പിക്കാനുള്ളത്. ഒന്നുകൂടെ പറയുന്നു, ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ് ആണെങ്കിൽ അതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ, ആ റിയാക്ഷനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 1/x ആയിരിക്കും. എന്ന പോലെ അടുത്തൊരു സ്പെഷ്യൽ കേസ് പഠിച്ചേ. എ ഗീവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ് ആണെങ്കിൽ n ടൈംസ് എ ഗീവ്സ് n ടൈംസ് ബി. അതെന്താ വ്യത്യാസം നോക്കിയേ. ഒന്നാമത്തെ റിയാക്ഷനെ ഞാൻ n എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ കൊണ്ട്, ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ റിയാക്ഷനെ മൊത്തത്തിൽ ഞാൻ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ് റേസ് ടു n ആയിരിക്കും. എക്സ് റേസ് ടു n ആയിരിക്കും, അല്ലാതെ nx ആയിരിക്കില്ല, എക്സ് റേസ് ടു n ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണോ ഞാൻ മൾട്ടിപ്പിൾ ചെയ്യുന്നത് അത് അതിൻ്റെ പവറായിട്ട് മാറും. എന്തിൻ്റെ പവറായിട്ട് മാറും? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ പവറായിട്ട് മാറും. ഒരു തവണ കേരള എൻട്രൻസ് എക്സാമിന് ചോദിച്ച ഒരു റിയാക്ഷൻ, ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഒന്ന് എഴുതി വെച്ച്. 2 സൾഫർ ട്രയോക്സൈഡ് 2 സൾഫർ ഡയോക്സൈഡും O2മായിട്ട് മാറുന്നതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 49 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സൾഫർ ഡയോക്സൈഡും ഹാഫ് ഓക്സിജനും കൂടി ചേർന്ന് ഒരു സൾഫർ ട്രയോക്സൈഡായി മാറുന്നതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ഒന്നാമത്തെ റിയാക്ഷനും രണ്ടാമത്തെ റിയാക്ഷനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. എടാ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കേ. എഴുതിയെടുത്തതിന് ശേഷം മാത്രമേ വീഡിയോ കണ്ടിന്യൂ ചെയ്യാവൂ. രണ്ടാമത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷനെ എന്തെല്ലാം ചെയ്തിട്ടാണ് രണ്ടാമത്തെ റിയാക്ഷൻ ഉണ്ടാക്കിയത് എന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഫസ്റ്റ് റിയാക്ഷനെ റിവേഴ്സ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. കാരണം ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന SO3 സെക്കൻഡ് റിയാക്ഷനിൽ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള SO2 O2 ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റിയാക്ഷൻ ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇൻവേഴ്സ് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റെസിപ്രോക്കലാകും. സോ 1/49 എന്ന് എഴുതാം. പിന്നെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കിയേ. പിന്നെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒന്നാമത്തെ റിയാക്ഷനിൽ നിന്ന് രണ്ടാമത്തെ റിയാക്ഷനിലേക്ക് വരുമ്പോൾ ഒരു 1/2 എന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നോക്കിക്കേ, 2 സൾഫർ ട്രയോക്സൈഡ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു സൾഫർ ട്രയോക്സൈഡ് അല്ലേ ഉള്ളൂ. എന്ന പോലെ സൾഫർ ഡയോക്സൈഡ് 2 ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 ഉള്ളൂ. O2 1 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹാഫേ ഉള്ളൂ. മൊത്തത്തിൽ ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഹാഫ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് എങ്കിൽ എന്തുകൊണ്ടാണോ മൾട്ടിപ്പിൾ ചെയ്തത് അത് അതിൻ്റെ പവറായിട്ട് മാറും എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ 1/49 ഓൾ റൈസ് ടു 1/2. എനിത്തിങ് റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അത് റൂട്ടിൻ്റെ ഉള്ളിൽ വന്നു എന്നാണ് അർത്ഥം. റൂട്ട് ഓഫ് 1/49 1ൻ്റെ റൂട്ട് 1 തന്നെ, 49ൻ്റെ റൂട്ട് 7. സോ ദി ആൻസർ ഈസ് 1/7. 1/7 ആണ് ഇതിൻ്റെ ആൻസർ അന്ന് കൊടുത്തിരുന്നത്. അത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇവിടെ ഈ 2 കോൺസെപ്റ്റും ഒന്ന് ഒരുമിച്ച് വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു. എടാ ആപ്ലിക്കേഷൻസ് ഓഫ് KC ആണ്. KC കൊണ്ടുള്ള ഗുണങ്ങൾ 2 പഠിക്കണം. ഒന്നാമത്തത് ടു പ്രഡിക്ഷൻ ഓഫ് എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷൻ. രണ്ടാമത്തത് പ്രഡിക്ഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. പ്രഡിക്ഷൻ ഓഫ് എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷനും ഉണ്ട്, പ്രഡിക്ഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് റിയാക്ഷനും ഉണ്ട്. ഈ 2 KC കൊണ്ടുള്ള ഗുണങ്ങളാണ്
നമുക്ക് ഒന്നാമൻ എടുത്തെഴുതാം. ഒന്ന് ഫസ്റ്റ് വൺ എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷൻ ആണ്. എന്താണടാ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ? ഒരു റിയാക്ഷൻ എത്രമാത്രം നടന്നു എന്ന് പറയലാണ് എക്സ്റ്റെൻഡ്. അപ്പോൾ ഒരു റിയാക്ഷനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആ റിയാക്ഷൻ കഴിയാറായിട്ടുണ്ട്, ഓൾമോസ്റ്റ് തീരാറായി എന്ന് പറയുന്നത് അയാളുടെ എക്സ്റ്റെൻഡാണ്. മറ്റൊരു റിയാക്ഷനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ റിയാക്ഷൻ ഇപ്പം അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് ഇനി തീരാൻ ഒരുപാട് സമയമെടുക്കും എന്ന്, അതായത് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ആ റിയാക്ഷൻ എന്നുള്ള വർത്താനം ഉണ്ടല്ലോ, അത് അതിൻ്റെ എക്സ്റ്റെൻഡാണ്. മൂന്നാമത്തെ ഒരു ടൈപ്പ് എക്സ്റ്റെൻഡിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെയാണ്: റിയാക്ഷൻ മിഡ് വേ ആണ് എന്ന് പറയും. എങ്ങനെ? മിഡ് വേ എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി, ഏകദേശം പകുതിയിലെത്തി, ഇനി തീരാനും കുറച്ച് സമയമെടുക്കും. ഏതാണ്? മിഡ് വേ. അങ്ങനെ ഒരു റിയാക്ഷൻ എത്രമാത്രം നടന്നു എന്ന് പറയലാണ് എക്സ്റ്റെൻഡ്. ആ എക്സ്റ്റെൻഡ് പറയാൻ കെ സിയുടെ വാല്യൂ സൂക്ഷിച്ച് നോക്കിയാൽ മതി. എടാ കെ സിയുടെ വാല്യൂ 1000-നെക്കാളും വലുതാണെങ്കിൽ റിയാക്ഷൻ എൻഡ് പോയിന്റിലാണ് എന്ന് പറയാം. 1000-നെക്കാൾ വലുതാണെങ്കിൽ, 10⁻³ വലുതാണെങ്കിൽ റിയാക്ഷൻ എൻഡ് പോയിന്റിലാണെന്ന് പറയാം. എടാ കെ സിയുടെ വാല്യൂ 10⁻³ ചെറുതാണെങ്കിൽ, 10⁻³ ചെറുതാണെങ്കിൽ റിയാക്ഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് എന്നും പറയാം. റിയാക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ റിയാക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളോ തീരാറായോ എന്നൊക്കെ പറയാൻ നമുക്ക് കെ സിയുടെ വാല്യൂ ഡയറക്റ്റ് മിയർലി അത് നോക്കിയിട്ട് പറയാൻ പറ്റും. ആ വാല്യൂ 1000-ക്കാൾ വലുതാണോ 10⁻³ ചെറുതാണോ എന്ന് നോക്കാനുള്ള ഒരു സാമാന്യ ബോധമുണ്ടായാൽ മതി. അപ്പോൾ കെ സിയുടെ വാല്യൂ ഈ പറഞ്ഞ വാല്യൂവിൻ്റെ ഇടയിലാണെങ്കിൽ, അഥവാ 10⁻³ 10⁻³ ഇടയിലാണെങ്കിൽ റിയാക്ഷൻ മിഡ് വേ ആണ് എന്നും പറയും. മിഡ് വേ ആണ്. ഈ എക്സ്റ്റെൻഡ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള അടുത്തൊരു പോയിന്റ്, മുന്നേ എക്സ്റ്റെൻഡ് പറയുമ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ റിയാക്ഷൻ എൻഡ് പോയിന്റിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് എന്നുള്ള ഡയലോഗ് ആയിരിക്കില്ല ഉണ്ടാവുക. റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടുതലാണ്, പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടുതലാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൂടി ഞാനിവിടെ ഒന്ന് മെർജ് ചെയ്ത് തരാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, റിയാക്ഷൻ എൻഡ് പോയിന്റിലാണെന്ന് പറഞ്ഞാൽ, റിയാക്ഷൻ തീരാറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ റിയാക്റ്റൻ്റ് ആ പ്രൊഡക്റ്റാണ് കൂടുതലുണ്ടാവുക? പ്രൊഡക്റ്റല്ലേ കൂടുതലുണ്ടാവുക. കാരണം എന്താ? റിയാക്ഷൻ നടന്ന് തീരാറായി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറി എന്നല്ലേടാ അതിനർത്ഥം. അപ്പോൾ പഠിച്ചു വെച്ചോ, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് റിയാക്റ്റൻറ്റിൻ്റെ അളവിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഈസ് വെരി മച്ച് ഹയർ ദാൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഇഫ് ദി വാല്യൂ ഓഫ് കേസ് ഈസ് ലെസ് ദാൻ 10⁻³ റിയാക്ഷൻ ഈസ് സെറ്റ് ടു ബി അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എടാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇവിടെ ഒരു 6 വെറുതെ കയറി വന്നിട്ടുണ്ട്. 6 സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ അവിടെ റിയാക്റ്റൻ്റ് ആ പ്രൊഡക്റ്റ് അളവിൽ കൂടുതലുണ്ടാവുക. നിങ്ങൾക്കറിയാലോ, ഒരു റിയാക്ഷൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ റിയാക്റ്റൻ്റ് ആണ് അളവിൽ കൂടുതലുണ്ടാവുക. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. എന്നാൽ റിയാക്ഷൻ മിഡ് വേ ആണെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റും കമ്പയറബിൾ ആണ് എന്നാണ് പറയുക. എക്സാക്ട്ലി ഈക്വൽ ആണെന്നല്ല, കമ്പയറബിൾ ആണ്. രണ്ടുപേരും അത്യാവശ്യം എമൗണ്ടിലുണ്ട്. ഹാഫ് വേ, മിഡ് വേ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന സംസാരത്തിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് എന്ന് പേര് വിളിക്കുക. നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വരുന്നത് കെ സി കൊണ്ട് നമുക്ക് റിയാക്ഷൻ്റെ ഡയറക്ഷൻ പറയാൻ പറ്റും. അപ്പോൾ ഡയറക്ഷൻ പറയണമെങ്കിൽ നിങ്ങൾ കെ സി മാത്രം അറിഞ്ഞാൽ പോരാ, മറ്റൊരുത്തനെയും കൂടി അറിയണം. അവൻ്റെ പേരാണ് ക്യു സി. അപ്പോൾ കെ സിയും ക്യു സിയും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം. എടാ കെ സി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് വെച്ചല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ അളവ് ഡിവൈഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ അളവ്, അതേ കാൽക്കുലേഷൻ ആ ക്യു സിക്കും വരിക. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് ക്യു സി. എന്താ വ്യത്യാസം എന്നറിയോ? കെ സി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറ്റ് ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് മാത്രമേ കെ സി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ക്യു സി ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എടാ ഒരു കെമിക്കൽ റിയാക്ഷൻ തുടങ്ങി, 15 മിനിറ്റ് എത്തുമ്പോഴാണ് ആ കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുക എന്ന് നീ വെറുതെ വിചാരിക്കുക. അപ്പോൾ ആ റിയാക്ഷൻ തുടങ്ങി 15ാമത്തെ മിനിറ്റിൽ മാത്രമേ നമുക്ക് കെ സി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ റിയാക്ഷനിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, എത്ര റിയാക്റ്റൻ്റ് ഉണ്ട് എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് കെ സി. പക്ഷെ കെ സി അറിയാൻ നമ്മൾ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തണമെങ്കിലും ക്യു സി അറിയാൻ അങ്ങനെയൊന്നുമില്ല. ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ആ സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ക്യു സി കാൽക്കുലേറ്റ് ചെയ്യാം. ക്യു സി ഇസ് കോൾഡ് റിയാക്ഷൻ കോഷ്യൻറ്റ്. എന്താടാ? റിയാക്ഷൻ കോഷ്യൻറ്റ് എന്നാണ് പേര്. അപ്പോൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പ്രൊഡക്റ്റിൻ്റെ അളവ് ഡിവൈഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ അളവ് ഞാൻ അങ്ങോട്ട് ചെയ്തു.
ഞാൻ ചെയ്യണതിന് ഇപ്പോൾ നിങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഞാനത് ചെയ്തു. ആ സമയത്തുള്ള പ്രൊഡക്റ്റിൻ്റെ അളവ് ഡിവൈഡ് ബൈ ആ സമയത്തുള്ള റിയാക്റ്റിൻ്റെ അളവ് ഞാൻ അങ്ങോട്ട് കൂട്ടി നോക്കി. അത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഏതാ? ക്യൂസിയ. രണ്ടാമത്തെ മിനിറ്റിലും അപ്പം ഉണ്ടാകുന്ന റിയാക്റ്റിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അളവ് വെച്ചിട്ട് ഞാൻ ഈ കാൽക്കുലേഷൻ ചെയ്തു, ക്യൂസിയ. മൂന്നാമത്തെ മിനിറ്റിൽ ക്യൂസിയ, നാലാമത്തെ മിനിറ്റിൽ ക്യൂസിയ. ഏത് സമയത്ത് വേണമെങ്കിലും ക്യൂസി കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമ്പോഴേ നമുക്ക് കെ സി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയില്ലേ? ഇനി ഞാൻ പഠിപ്പിച്ചു തരാം. എടാ മോനെ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ. കെ സിയുടെ വാല്യൂ ക്യൂ സിയേക്കാൾ വലുതാണെങ്കിൽ റിയാക്ഷൻ ഫോർവേഡാണ് നടക്കണേന്ന് മനസ്സിലാക്കണം. എങ്ങനെയാടാ? കെ സിയുടെ വാല്യൂ ക്യൂ സിയേക്കാൾ വലുതാണെങ്കിൽ ഫോർവേഡാണ്. അപ്പോൾ തിരിച്ച് കെ സിയുടെ വാല്യൂ ക്യൂ സിയേക്കാളും ചെറുതാണെങ്കിൽ റിയാക്ഷൻ ബാക്ക്വേഡാണ്. കെ സിയുടെ വാല്യൂവും ക്യൂ സിയുടെ വാല്യൂവും ഈക്വൽ ആണെന്ന് കണ്ടാൽ റിയാക്ഷൻ ഫോർവേഡുമല്ല ബാക്ക്വേഡുമല്ല, ഇക്വിലിബ്രിയത്തിലാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതെങ്ങനെ ഓർക്കുക കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് ഫോർവേഡ് റിയാക്ഷനാ ബാക്ക്വേഡ് റിയാക്ഷനാ ഇഷ്ടം? വെറുതെ ഇത് ബാലിഷമാണ്, ചൈൽഡിഷാണ്, എന്നാലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് ഫോർവേഡാ ബാക്ക്വേഡാ ഇഷ്ടം? നമുക്കൊക്കെ ഫോർവേഡാ ഇഷ്ടം. നിങ്ങൾക്ക് കെ സിയാ ക്യൂ സിയാ ഇഷ്ടം? കെ സിയാണ് ഇഷ്ടം. കാരണം പണ്ടേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കെ സിയാണ്. ഈ നാറി ഇപ്പോൾ വന്നവനല്ലേ, ക്യൂ സി ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടവൻ കെ സിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടവൻ കൂടുതലുള്ള സമയത്ത് നമുക്കിഷ്ടപ്പെട്ട റിയാക്ഷനാണെന്ന് വെറുതെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. സംഭവം ഭയങ്കര ലോ ലെവലാണെന്ന് എനിക്കറിയാം, പക്ഷെ ഓർക്കും. എടാ നമുക്കിഷ്ടപ്പെട്ട കെ സി നമുക്കിഷ്ടമില്ലാത്ത ക്യൂ സിയേക്കാളും കൂടുതലാണല്ലോ. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട റിയാക്ഷൻ അതേതാ? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടവൻ കൂടുതലാണെങ്കിൽ ഫോർവേഡ്, ഇഷ്ടപ്പെട്ടവൻ കുറവാണെങ്കിൽ ബാക്ക്വേഡ്, ഈക്വൽ ആണെങ്കിൽ ഇക്വിലിബ്രിയം. ക്ലിയർ അല്ലേടാ? ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻസ് ഓഫ് കെ സി എന്ന പാർട്ടിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ. ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ നിങ്ങൾക്കറിയാവുന്ന ആളാണ്. ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ എന്താണ്? ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ എന്ന് ഇനി ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. പബ്ലിക് എക്സാമിന് നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. റിയാക്ഷൻ എ സിസ്റ്റം വിൽ ഓൾവേസ് ട്രൈ ടു ഒപ്പോസ് എനി ചേഞ്ച് ഹാപ്പൻഡ് ഓൺ ഇറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, അഡീഷൻ ഓഫ് ഇനറ്റ് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തൊക്കെയോ ഡയലോഗ് പഠിച്ചിട്ടുണ്ട്. വിട്ടേക്ക് മോനെ. ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ OMRൻ്റെ പുറകിൽ എഴുതുക എന്ന് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിളിലുള്ള എൻട്രൻസ് കാര്യങ്ങൾ മാത്രം പഠിക്കാം. പ്ലീസ്, എൻട്രൻസ് കാര്യങ്ങൾ മാത്രം പഠിക്കാം. എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ വെച്ച് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിളിൽ ക്വസ്റ്റ്യൻ വരാറില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ അറിവുകൾ ലോകത്തുണ്ട്. അതെല്ലാം കൂടി നമ്മൾ വിഴുങ്ങിയിട്ട് വെറുതെ മരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല അറിവുണ്ടായിരുന്നു എന്ന് വെറുതെ സന്തോഷം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എൻട്രൻസ് കിട്ടണ്ടേ? അപ്പോൾ എൻട്രൻസ് കിട്ടാൻ ആവശ്യമുള്ള ക്യാപ്സ്യൂളുകൾ മാത്രം പഠിച്ചു വെച്ചോ. ഇവിടെ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഒന്ന് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറാണ്. എപ്പോഴും കാണുന്ന സാധനം എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറാണ്. എപ്പോഴും കാണുന്ന രണ്ടാമത്തെ സാധനം എഫക്റ്റ് ഓഫ് പ്രഷറുമാണ്. അപ്പോൾ വൺ ഷോട്ട് വീഡിയോയിൽ നമുക്കിത് മാത്രം പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ മാത്രമാണ് സാറ് എനിക്ക് ഈ ചാപ്റ്ററിൽ ആകെ ഇനി അറിയാൻ ബാക്കിയുള്ളൂ. അതൊന്ന് സാറ് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യം ഒന്ന് തരൂ എന്നുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതേ ചാനലിൽ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന അരമണിക്കൂർ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന വേറെ വീഡിയോ കിടപ്പുണ്ട്. നിങ്ങളത് കണ്ടാൽ മതി. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും എഫക്റ്റ് ഓഫ് പ്രഷറുമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എടാ ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റാണ്. നിങ്ങൾക്കറിയാം ലോകത്ത് 2 ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. ഒന്നാണ് എൻഡോതെർമിക് റിയാക്ഷൻ, മറ്റൊന്നാണ് എക്സോതെർമിക് റിയാക്ഷൻ. പഠിച്ചു വെക്ക്. എൻഡോതെർമിക് റിയാക്ഷൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? ΔH പോസിറ്റീവാണ് എന്ന് കാണാം. എക്സോതെർമിക് ആണെങ്കിൽ ΔH നെഗറ്റീവാണ് എന്നും കാണാം. ഇങ്ങനെയാണ് എക്സോതെർമിക് എൻഡോതെർമിക്കുകളെ നമ്മൾ മനസ്സിലാക്കുക. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ΔH പോസിറ്റീവാണ്, എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ΔH നെഗറ്റീവാണ്. കുഞ്ഞെ, എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എൻഡോതെർമിക് അറിയാത്തവർ മനസ്സിലാക്കി വെച്ചോളണം. അവിടെ ഹീറ്റിനെ എന്താ ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നു. ഹീറ്റിനെ അയാൾ ഉള്ളിലേക്ക് എടുക്കുന്നു. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ, എക്സോ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എന്ന, ഹീറ്റിനെ അദ്ദേഹം റിലീസ് ചെയ്യുന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളിത് മറക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. എടാ നിങ്ങൾക്ക് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും ഉണ്ട്. ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു. ഫോർവേഡും ബാക്ക്വേഡും ഉണ്ട്. നിങ്ങൾക്കിതിലേതാ ഇഷ്ടം? നിങ്ങൾ ഫോർവേഡിനെ ഇഷ്ടപ്പെടും, എന്നാലേ നമ്മളെ കളി നടക്കുള്ളൂ. നിങ്ങൾക്ക് ഫോർവേഡാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർവേഡിനോടാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഓക്കെ, ഇനി ഞാൻ ഇഷ്ടപ്പെട്ട കാര്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഫോർവേഡ് എന്ന് പറയണം. ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ബാക്ക്വേഡ് എന്ന് മനസ്സിൽ വിചാരിക്കണം.
ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് 1ാം റാങ്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? അപ്പോൾ നിങ്ങൾ എന്നോട് തിരിച്ചു പറയേണ്ടത് ഫോർവേഡ്. നിങ്ങൾക്ക് ഹാപ്പി ആകുന്ന എല്ലാം ഫോർവേഡാണ്, നിങ്ങൾക്ക് ഹാപ്പി അല്ലാത്തതെല്ലാം ബാക്ക്വേഡാണ്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷ കഴിഞ്ഞ വർഷം ഭയങ്കര സിമ്പിളായിരുന്നു എന്നതുകൊണ്ട് ഈ വർഷം നല്ല ടഫാക്കാൻ NTA തീരുമാനിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വന്നത് ഫോർവേഡാ ബാക്ക്വേഡാ? ബാക്ക്വേഡ്. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ഫോർവേഡ് എന്നും, നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന വാർത്തയാണെങ്കിൽ ബാക്ക്വേഡ് എന്നും മനസ്സിൽ വിചാരിച്ച് ശീലിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരിക്കലും കൺഫ്യൂഷൻ ആവില്ല. എടാ, നമ്മളാണ് എൻഡോതെർമിക് എന്ന് മനസ്സിൽ വിചാരിക്കുക. നമ്മളാണ് എൻഡോതെർമിക്. അപ്പം നമ്മൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നവനാണ്. ഹീറ്റിനെ ഞാനിങ്ങനെ അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഹീറ്റിനെ ഇഷ്ടമാണ് എന്നല്ലടാ അതിനർത്ഥം. അപ്പോൾ ബേസിക്കലി ഞാനൊരു എൻഡോതെർമിക് റിയാക്ഷനാണ്, വിച്ച് മീൻസ് എനിക്ക് ഹീറ്റിനോട് ഇഷ്ടമാണ്. എനിക്ക് ഹീറ്റിനോട് ഇഷ്ടമാണ് എങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടും. ക്ലിയർ അല്ലേ? എനിക്ക് ഹീറ്റിനെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഏതാ റിയാക്ഷൻ? ഫോർവേഡ് റിയാക്ഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. ദാറ്റ് ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ക്ലിയർ അല്ലേടാ? ഞാൻ ആരാ എന്ന് മനസ്സിലാക്കണം. ഞാൻ എൻഡോതെർമിക്കാ. അപ്പോൾ ഈ റിയാക്ഷൻ എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? ക്വസ്റ്റ്യനിലുണ്ടാകും. ക്വസ്റ്റ്യനിൽ ഡെൽറ്റ വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. ആ ഡെൽറ്റ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അയാൾ എൻഡോതെർമിക് ആണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു എന്നാണോ ഡയലോഗ്? അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കണം, നമ്മൾ എൻഡോതെർമിക് ആണ്, നമ്മൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഹീറ്റിനെ ഇഷ്ടമാണ്. ഹീറ്റിനെ ഇഷ്ടമുള്ള നമ്മളടുത്ത് വന്നിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടും. സോ ഫോർവേഡ് റിയാക്ഷൻ. ഡിക്രീസ് ചെയ്താൽ ഇഷ്ടപ്പെടില്ല, ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി കഥ മാറി എക്സോതെർമിക് ആണെന്ന് വിചാരിക്കുക. ആരാ എക്സോതെർമിക്? നമ്മളാണ് എക്സോതെർമിക്. എക്സോതെർമിക്കിൻ്റെ വിശേഷം അയാൾ ഹീറ്റിനെ റിലീസ് ചെയ്യുന്നവനാണ്. ഹീറ്റിനെ അയാൾക്ക് ഇഷ്ടമില്ലാത്തവനാണ്. അയാൾ എക്സോതെർമിക് ആണ്. ക്ലിയർ ആണല്ലോ? അയാൾ എക്സോതെർമിക് ആണ്. അയാൾക്ക് ഹീറ്റിനെ ഇഷ്ടമില്ല. ഹീറ്റിനെ ഇഷ്ടമില്ലാത്തടത്ത് പോയിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങളൊന്ന് എഴുതി വയ്ക്കേ. നമ്മൾ എക്സോതെർമിക് ആണെന്നും ഹീറ്റിനെ ഇഷ്ടമില്ലാത്തവനാണെന്നും മനസ്സിൽ ഉറപ്പിച്ചോ. അവിടെ പോയി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ ഏതാ നടക്കുക? ബാക്ക്വേർഡ് നടക്കും. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ ഫോർവേഡും നടക്കും. ക്ലിയർ അല്ലേടാ? മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. A ഗീവ്സ് B എന്ന് പറയുന്നൊരു റിയാക്ഷൻ ഉണ്ട്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പ്ലസ് 123 കിലോ ജൂൾ ആണെന്ന് തന്നിട്ടുമുണ്ട്. അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ സാധനം ബോർഡിലോ നോട്ടിലോ ഇല്ലാത്ത സമയത്ത് അഥവാ എക്സാം നടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുക? മോനെ, ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്ന് തന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ എൻഡോതെർമിക് ആണെന്ന് മനസ്സിലാക്കണം. എൻഡോതെർമിക് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നവനാണെന്ന് ഉൾക്കൊള്ളണം. അഥവാ ഇയാൾക്ക് ഹീറ്റിനോട് ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കണം. ഹീറ്റിനോട് ഇഷ്ടമുള്ളവൻ്റെ അടുത്ത് പോയിട്ട് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താൽ അയാൾക്ക് ഇഷ്ടപ്പെടും, ഫോർവേഡ്. ടെമ്പറേച്ചർ കുറച്ചു കൊടുത്താൽ ഇഷ്ടപ്പെടില്ല, ബാക്ക്വേർഡ്. കളി മനസ്സിലായോ? അപ്പോൾ ലേ ഷാഡ്ലർ പ്രിൻസിപ്പിളിൽ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഇത്ര സിമ്പിളാണ്. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, ആ ഇഷ്ടക്കണക്കുകളൊക്കെ ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ ഏത് വിധേന ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. മോനെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രഷർ അല്ലേടാ? പ്രഷർ നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് എഴുതി വെച്ചേ. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ, ഞാനിവിടെ മലയാളത്തിൽ ഞാൻ ഈ പറയുന്ന സാധനം നിങ്ങളൊന്ന് എഴുതി വെച്ചോളണേ. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് ഗ്യാസിൻ്റെ എണ്ണം കുറവുള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ നടക്കും. ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് ഗ്യാസിൻ്റെ എണ്ണം കുറവുള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ നടക്കും. ഒന്ന് എഴുതി വെച്ച്, മലയാളത്തിലാണ് എഴുതി വെച്ചാൽ മതി. എന്താണ്? പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് ഗ്യാസിൻ്റെ എണ്ണം കുറവുള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ നടക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹേബർ പ്രോസസ്സ് ആയിക്കോട്ടെ. N2 + 3H2 gives 2NH3. എല്ലാവരും ഗ്യാസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഈവൻ ഗ്യാസ്. ഓക്കെ, പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രഷർ ഡിക്രീസ് ചെയ്താൽ എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രഷർ ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ പോലും പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രഷർ ഡിക്രീസ് ചെയ്താൽ എന്ന് ആലോചിക്കുക. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ളിടത്തു നിന്ന് ഗ്യാസിൻ്റെ എണ്ണം കുറവുള്ളിടത്തേക്ക്. നോക്കിയേടാ, ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എത്ര ഗ്യാസ് ഉണ്ട്? റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഇവിടെ 4 ഗ്യാസ് ഉണ്ട്. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ഇവിടെ 2 ഗ്യാസേ ഉള്ളൂ. അപ്പോൾ ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ള റിയാക്റ്റൻറ്റ് സൈഡ്.
പ്രൊഡക്റ്റ് സൈഡിൽ ഗ്യാസിൻ്റെ എണ്ണം കുറവ്. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് റിയാക്ഷൻ നടക്കും എന്ന് പറഞ്ഞാൽ അത് ഏതാടാ? ഫോർവേഡ് റിയാക്ഷൻ അല്ലേ നടക്കുക. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്കുള്ള റിയാക്ഷൻ ഫോർവേഡ്. അപ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ബാക്ക്വേഡ്. ക്ലിയർ ആണല്ലോ? എടാ അടുത്തൊരു റിയാക്ഷൻ ഞാൻ തരാം, നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയാൽ. PCl5 ഗ്യാസ് ഡിസോസിയേറ്റ്സ് ഇൻ ടു PCl3 ഗ്യാസ് പ്ലസ് Cl2. PCl3 ഗ്യാസ് പ്ലസ് Cl2 എല്ലാവരും ഗ്യാസാണ്. നിങ്ങളിതിൽ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, പ്രഷർ ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള കഥയൊന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതി നോക്കി. എഴുതി കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യണേ. ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഓൺലി 1 ഗ്യാസേ ഉള്ളൂ, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 2 ഗ്യാസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ റിയാക്ഷൻ നടക്കുക. ദാറ്റ് ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓൺ ഡിക്രീസിങ് പ്രഷർ റിവേഴ്സ് ഓഫ് ദിസ് റിയാക്ഷൻ ടേക്ക് പ്ലേസ്, ഫോർവേഡ് നടക്കും. ക്ലിയർ അല്ലേടാ? എല്ലാവരും ഒന്ന് എഴുതി വയ്ക്കുക. 2HI ഗീവ്സ് H2+I2 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ. എല്ലാവരും ഗ്യാസാണ്, 2HIയും H2ഉം ആയിട്ടൊക്കെ ഗ്യാസാണ്. ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഒറ്റക്കൊന്ന് ചെയ്തതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. നോക്ക് മോനെ നോക്ക്, റിയാക്റ്റൻ സൈഡിൽ 2 ഗ്യാസ്, പ്രൊഡക്റ്റിൻ്റെ സൈഡിലും 2 ഗ്യാസ്. അപ്പോൾ 2 സൈഡിലും ഗ്യാസിൻ്റെ എണ്ണം ഈക്വലാണ്, കൂടുതലോ കുറവോ ഇല്ല. അതുകൊണ്ട് പ്രഷർ കൂട്ടിയാലും കുറച്ചാലും ദർ ഈസ് നോ എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ പ്രഷറിന് എഫക്റ്റ് ഇല്ലാതാകുന്നത് എപ്പോഴാണ്? റിയാക്റ്റൻ സൈഡിലും പ്രൊഡക്റ്റിൻ്റെ സൈഡിലും ഗ്യാസിൻ്റെ എണ്ണം ഈക്വൽ ആകുമ്പോഴാണ്. മോനെ, ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. അയോണിക് ഇക്വിലിബ്രിയം. ഞാൻ നിങ്ങളോട് പറഞ്ഞു കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം എന്നിങ്ങനെ 2ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അയോണിക് ഇക്വിലിബ്രിയത്തിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്, ബൈ ടോപ്പിക് നമുക്കിതിൻ്റെ ഹാഫായിട്ട് പരിഗണിക്കാമെങ്കിലും നമുക്ക് ഒരുപാട് ടൈം ഇതിൽ സ്പെൻഡ് ആവില്ല. എല്ലാവരും ശ്രദ്ധിച്ചു പഠിച്ചോ. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ആസിഡ് ആൻഡ് ബേസ് എന്ന് പറയുന്ന സാധനമാണ്. എടാ, ആസിഡിനെയും ബേസിനെയും നമ്മൾ 3 കോൺസെപ്റ്റിലാണ് പഠിക്കുക. എല്ലാവരും എഴുത്. ഫസ്റ്റ് വൺ അറീനിയസ് കോൺസെപ്റ്റ്. അറീനിയസ് കോൺസെപ്റ്റ്, ലൂയിസ് കോൺസെപ്റ്റ്, ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്. ഇങ്ങനെ 3 കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ എൻട്രൻസിന് ആവശ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അറീനിയസിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ആരാണ് ആസിഡ്? H+ കൊടുക്കാൻ കഴിവുള്ളവനാണ് ആസിഡ്. H+ ഡോണറാണ് ആസിഡ്. ഒരു H+ കൊടുക്കാൻ കഴിവുള്ള HCl, HCN, HI, അതുപോലെ H2SO4, അതുപോലെ HNO3, അതുപോലെ H3PO4, ഇങ്ങനെ കുറേ ആസിഡുകൾ ഉണ്ടല്ലോ. അതുപോലെ HClO4, ഇവരെല്ലാവരും അറീനിയസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡാണ്. എക്സെട്ര. ഇതൊക്കെ അറീനിയസിൻ്റെ കോൺസെപ്റ്റിൽ ഒരു H വന്നതിൻ്റെ പേരിൽ, ഹൈഡ്രജൻ വന്നതിൻ്റെ പേരിൽ ആസിഡ് ആയവനൊക്കെയാണ് അറീനിയസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ്. എടാ, ഇതിങ്ങനെ എഴുതി വന്നപ്പോൾ HClO4 ഞാൻ എഴുതിയില്ലേ, അയാൾക്കൊരു പ്രത്യേകത ഉണ്ട്. അയാളാണ് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡ്. H2SO4 അല്ല കേട്ടോ. H2SO4 കിങ് ഓഫ് ദി ആസിഡ് എന്നൊക്കെ അറിയപ്പെടുമെങ്കിലും അത് അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, അതിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ്. ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നതും H2SO4 ആയതുകൊണ്ട് രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക് ബോണിനെ സപ്പോർട്ട് ചെയ്യുന്നത് H2SO4ൻ്റെ പ്രിപ്പറേഷൻ ആയതുകൊണ്ടൊക്കെയാണ് അതിനെ കിങ് ഓഫ് ആസിഡ് എന്ന് പേര് വിളിക്കുന്നത്. അല്ലാതെ അത് സ്ട്രോങ്ങസ്റ്റ് ആയതുകൊണ്ടല്ല. ഇറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ആസിഡ് HClO4. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആസിഡ് ആരാണെന്ന് ഞാൻ പഠിപ്പിച്ച സ്ഥിതിക്ക് ബേസ് ആരാണെന്ന് കൂടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ കുഞ്ഞെ. ബേസസ് എന്ന് പറഞ്ഞാൽ OH- ഡോണറാണ്. നിങ്ങൾക്കറിയാം OH- ഉള്ള ആൾക്കാരാണ് ബേസ് എന്നൊക്കെ നമുക്കറിയാം. ആ കോൺസെപ്റ്റ് അറീനിയസിൻ്റെ കോൺസെപ്റ്റാണ് എന്നാണ് ഓർത്ത് വെച്ചാൽ മതി. NaOH, അതുപോലെ MgOH ട്വൈസ്, അതുപോലെ ആരാടാ AlOH ത്രൈസ്, അതുപോലെ NH4OH, ഇങ്ങനെ കുറേ OH ഉള്ള ടീമുകളുണ്ടല്ലോ. അവരെല്ലാവരും ബേസായത് അറീനിയസിൻ്റെ കോൺസെപ്റ്റ് പ്രകാരമാണ്. അറീനിയസ് കോൺസെപ്റ്റ് അപ്പോൾ സിമ്പിളാണ്. നമ്മൾ കാലങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റ് അറീനിയസിൻ്റെ കോൺസെപ്റ്റാണെന്ന് ഓർത്ത് വെക്കുക. എന്നാൽ അടുത്തതാണ് ലൂയിസ് കോൺസെപ്റ്റ്. ലൂയിസ് കോൺസെപ്റ്റിൽ ആരാണ് ആസിഡ്, ആരാണ് ബേസ് എന്നറിയാത്തവർ ഇപ്പോൾ പഠിച്ചോളണം. ലൂയിസ് കോൺസെപ്റ്റിലെ ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവനാണ്. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്ററാണ് ആസിഡ്. ഇലക്ട്രോൺ പെയർ ഡോണറാണ്. ഇലക്ട്രോൺ പെയർ ഡോണറാണ് ബേസ്. ഇലക്ട്രോൺ പെയർ ഡോണറാണ് ബേസ്. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ആസിഡാണ്. ഇലക്ട്രോൺ പെയർ ഡോണർ ബേസ് ആണ്. പഠിച്ചു വെച്ചോ. അപ്പോൾ ലൂയിസ് ആസിഡിനും ലൂയിസ് ബേസിനും ഞാൻ ഇനി പഠിപ്പിച്ചു തരുന്ന എക്സാമ്പിൾസ് പഠിക്കൽ നിർബന്ധമാണ്. എടാ നോക്കി വെച്ചോ. ലൂയിസ് ആസിഡിന് എക്സാമ്പിളാണ് BF3, BCl3, AlCl3,
FeCl3, FeCl2, SnCl2 എക്സെട്ര. ഇത്രയും ആൾക്കാരെ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ലൂയിസ് ആസിഡ് എന്ന ടേബിളിൽ നിങ്ങൾ പഠിക്കൽ മസ്റ്റാണ് കുഞ്ഞെ, പഠിച്ചേ പറ്റൂ. ബേസ് ആരാണ്? ഇലക്ട്രോൺ പെയർ ഡോണർ ആണ്. H2O, NH3, ആൽക്കഹോൾ, അമീൻ എക്സെട്ര. ഈ പറയുന്നവരെല്ലാം ഇലക്ട്രോൺ പെയർ ഡോണറാണ്, അവരെല്ലാവരും ബേസുമാണ്. അപ്പോൾ ലൂയിസിൻ്റെ കോൺസെപ്റ്റ് കുറച്ച് പുതിയതാണെങ്കിലും സിമ്പിളാണ്. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവൻ ആസിഡും ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നവൻ ബേസും. അടുത്തവനാണ് ഏറ്റവും പുതിയത് ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ്. എടാ, ഇതിൽ ആരാണ് ആസിഡ് ആരാണ് ബേസ് എന്നല്ല ക്വസ്റ്റ്യൻ വരിക. ഇതിന് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക അറിയോ? നിങ്ങൾക്കൊരു സ്പീഷീസ് തരും. ആ സ്പീഷീസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ആരാ, കോൺജുഗേറ്റ് ബേസ് ആരാണെന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഈ ടേബിൾ പഠിക്കാനാണ് നിങ്ങൾ അറിയേണ്ടത്. കുഞ്ഞുങ്ങളെ, അതിന് ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. കോൺജുഗേറ്റ് ആസിഡ് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് H+ഉം, കോൺജുഗേറ്റ് ബേസ് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ട്രാക്ട് H+ഉമാണ്. അതെന്താണെന്ന് ഞാൻ എക്സാമ്പിൾ വെച്ച് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. കോൺജുഗേറ്റ് ആസിഡ് ചോദിച്ചാൽ ആഡ് H+. ഫോർ എക്സാമ്പിൾ H2O എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ് തന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും ചോദിച്ചു. വേറൊരാളാണ് NH3, വേറൊരാളാണ് HSO4-, വേറൊരാളാണ് H2PO4-. ഇങ്ങനെ 4 ആൾക്കാരെ തന്നു എന്ന് വിചാരിക്കും. ഇതിൻ്റെ ഒക്കെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും ഞാൻ കാണാൻ പോവുകയാണെ. കോൺജുഗേറ്റ് ആസിഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആഡ് H+, അതിലേക്കൊരു H+ ആഡ് ചെയ്യുക. അപ്പോൾ H2Oയിലേക്ക് ഒരു H+ ആഡ് ചെയ്താൽ എന്താണ് കിട്ടുക? H3O+ എന്നല്ലട കിട്ടുക. H+ ആഡ് ചെയ്യണേ, അപ്പോൾ Hഉം ആഡ് ചെയ്യുക പ്ലസും ആഡ് ചെയ്യുക. അപ്പോൾ ഒരു H ആഡ് ചെയ്താൽ അത് H3O ആയി, പ്ലസ് ആഡ് ചെയ്താൽ പ്ലസ് ആയി, H3O+. NH3യിലേക്ക് ഞാനൊരു H+ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ കിട്ടുക? NH4+, NH4+ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? HSO4- H+ ആഡ് ചെയ്താൽ H2SO4 എന്നാ കിട്ടുക. പിന്നെ പ്ലസും മൈനസും ഒന്നും ഉണ്ടാവില്ല, കാര്യം ഓൾറെഡി ഇതിനൊരു മൈനസ് ഉണ്ട്. ഞാൻ അതിലേക്ക് ഒരു പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂട്രലാവും. എന്ന പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ ഇത് H3PO4 എന്ന് കിട്ടും. ക്ലിയർ അല്ലേടാ? അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് കിട്ടാനുള്ള എളുപ്പവഴി ഇതാണ്, ആഡ് H+. കോൺജുഗേറ്റ് ബേസ് കിട്ടാൻ സബ്സ്ട്രാക്ട് H+നെ ഒഴിവാക്കണം. അപ്പോൾ ഈ സ്പീഷീസിൽ നിന്ന് H2Oയിൽ നിന്നൊരു H+ പോയാൽ ബാക്കി OH- അല്ലേടാ ഉണ്ടാവുക. NH3യിൽ നിന്നൊരു H+ പോകണം, Hഉം പോകണം പ്ലസും പോകണം. അപ്പോൾ പോകാൻ ചിലപ്പോൾ പ്ലസ് ഇല്ല. പ്ലസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. NH3യിൽ നിന്നൊരു H പോയാൽ ബാക്കി എന്താണ് ഉണ്ടാവുക? NH2 എന്നല്ലേ ഉണ്ടാവുക. ഇവിടെ നിന്ന് പോകാൻ ഇവിടെ ഒരു പ്ലസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഇല്ലല്ലോ. അത് ഞാൻ ഇപ്പോൾ വെറുതെ എഴുതിയല്ല, അങ്ങനെ ഒരു പ്ലസ് അവിടെ ഇല്ല. പോകാൻ അവിടെ ഒരു പ്ലസ് ഇല്ലെങ്കിൽ നിങ്ങളിതിലൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ NH2-. HSO4- നിന്നൊരു H+ പോയാൽ H പോയി, ബാക്കി എന്താ ഉണ്ടാവുക? SO4. ഒരു പ്ലസ് പോകണം, പോകാൻ ഇവിടെ പ്ലസ് ഇല്ല, അപ്പോൾ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി ഇതിനൊരു മൈനസ് ഉണ്ട്, ഇനി ഒരു മൈനസ് കൂടെ ഞാൻ ഇട്ട് കൊടുത്താൽ അത് 2- എന്നാകും. SO4 2-. എന്ന പോലെ ഇത് നിങ്ങളും ചെയ്ത് നോക്കിയാൽ H2PO4- നിന്നൊരു H+ പോയാൽ അത് HPO4 2- ആകും. HPO4 2-. ഇതിൽ നിന്ന് ഒരു H പോയി, അപ്പോൾ HPO4 ഒരു പ്ലസും പോയി, ബാക്കി 2- ഉണ്ടാകും. ക്ലിയർ അല്ലേ? അപ്പോൾ ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് പ്രകാരം ആരാണ് കോൺജുഗേറ്റ് ആസിഡ് ആരാണ് കോൺജുഗേറ്റ് ബേസ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോണത്. 9 ഇക്വേഷൻ ഉണ്ട്, കാണാതെ പഠിച്ചു വെച്ചോ. ഫസ്റ്റ് വൺ, ഇതെല്ലാവരും എഴുതിയിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് കാണാതെ പഠിക്കുക എന്ന കർമ്മത്തിലേക്ക് കിടക്കുക. pH is equal to -log concentration of H+. Second one, POH is equal to -log concentration of OH-. Third one, pKa is equal to, എല്ലാവരും എഴുതണേ, pKa is equal to -log Ka. Fourth one, pKb is equal to -log Kb. Fifth one, pKw is equal to -log Kw. ആവശ്യമുള്ള എല്ലാ ഇക്വേഷനും ഞാനിപ്പോൾ ബോർഡിൽ എഴുതുന്നുണ്ട്. അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരും. സിക്സ്ത് വൺ, Ka into Kb is equal to Kw. Seventh one, pKa plus pKb is equal to pKw.
8th one, concentration of H plus into concentration of OH minus is equal to Kw. 9th one, pH plus POH is equal to pKw. ഇതാണ് 9 ഇക്വേഷൻസ്. ഞാനിതാ ഇങ്ങോട്ട് മാറിത്തരാം. വീഡിയോ പോസ് ചെയ്യുക, എഴുതിയെടുത്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. എടാ മോനെ, അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്, നോർമൽ കണ്ടീഷൻസിൽ KW എന്നതിൻ്റെ വാല്യൂ 1 × 10⁻⁻14 ആണെന്നും PKW എന്നതിൻ്റെ വാല്യൂ 14 ആണെന്നും കൂട്ടത്തിൽ എഴുതി വെച്ചു. സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്, റൂം ടെമ്പറേച്ചറിൽ KWയുടെ വാല്യൂ 1 × 10⁻⁻14 PKWയുടെ വാല്യൂ മിയർലി 14 എന്നും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അടുത്തായിട്ട് ഇവിടെ ഒന്ന് നോക്കാനുള്ളത് 2 ടേം ഇവിടെ ഞാൻ പഠിപ്പിച്ചു. KA PKA, പിന്നെ KB PKB, ഇങ്ങനെയൊക്കെ ഒരു ടേം കണ്ടില്ലേടാ. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. KA എന്ന് പറയുന്നത് ആസിഡിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഒരാളുടെ KA വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ അയാൾ നല്ല ആസിഡാണ്. പക്ഷെ PKA ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആസിഡിറ്റിയാണ്. അപ്പോൾ നല്ലൊരു ആസിഡിനെ തന്നാൽ അയാളുടെ PKAയുടെ വാല്യൂ വളരെ കുറവായിരിക്കും. എന്ന പോലെ ബേസിൻ്റെ കാര്യത്തിൽ പറയാം, KB ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ബേസിസിറ്റിയാണ്. പക്ഷെ PKB ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് ബേസിസിറ്റി. ഇതൊന്ന് വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ അല്ലേ കുഞ്ഞെ? ഇനി നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ലോഗിൻ്റെ വാല്യൂസ് അറിയണം. എടാ, കാൽക്കുലേഷൻ ഞാൻ ചെയ്ത് തരുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായി ഞാൻ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. എടാ, ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. ഇത് കാണാൻ പഠിക്കണേ. ലോഗ് 2 0.3, ലോഗ് 3 0.5. ഇത് കാണാതെ അറിയണം കുഞ്ഞെ. ലോഗ് 4 0.6, ലോഗ് 5 0.7, ലോഗ് 6 0.8, ലോഗ് 7 0.85, ലോഗ് 8 0.9, log 9 0.95 and finally log 10 is equal to 1. ഇത്രയും വാല്യൂസ് കാണാതെ അറിയണം. ഇതറിയാതെ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ, അയണിക് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ രണ്ടെണ്ണം അങ്ങനെ തന്നെ പഠിക്കുക. ലോഗ് 1 0, ലോഗ് 2.5. അപ്പോൾ മക്കളെ, ആദ്യത്തെ രണ്ട് വാല്യൂ കാണാൻ പഠിക്കുക. ലോഗ് 1 0, ലോഗ് 2 0.3 എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ പഠിക്കുക. പിന്നുള്ളൊരു 4 എണ്ണം എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇതിൻ്റെ കൂടെ 2 ചേർത്ത് പറഞ്ഞാൽ മതി. ലോഗ് 3, 3യുടെ കൂടെ 2 ചേർത്താൽ 5 ആണല്ലോ, അപ്പോൾ 0.5. ലോഗ് 4 2 ചേർത്താൽ 6, അപ്പോൾ 0.6. ലോഗ് 5 അപ്പോൾ 2 ചേർത്താൽ 7, 0.7. 6ൻ്റെ കൂടെ 2 ചേർത്താൽ 8, 0.8. പിന്നെ 0.05 കൂട്ടിക്കൊണ്ടിരിക്കുക. 0.8 വന്നാൽ 0.85, 0.9, 0.95, 1. ഇങ്ങനെയാണ് ലോഗിൻ്റെ വാല്യൂസ് നിങ്ങൾ കാണാൻ പഠിക്കേണ്ടത്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ആളുകളുടെ ലോഗ് വാല്യൂ അറിയാതെ PH റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട 3 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ഇതാണ്, ലോഗ് A ഇൻറ്റു B ഈസ് ഈക്വൽ ടു ലോഗ് A പ്ലസ് ലോഗ് B. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്ന പോലെ ലോഗ് A ബൈ B ഈസ് ഈക്വൽ ടു ലോഗ് A മൈനസ് ലോഗ് B. ഓക്കെ, നമുക്ക് 2 എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഒരാൾ ലോഗ് 12 എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ലോഗ് 12, അപ്പോൾ നമ്മളാണെങ്കിലോ 0 മുതൽ 10 വരെയുള്ളതിൻ്റെ ലോഗ് വാല്യൂ അല്ലേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലോഗ് 12നെ ലോഗ് 3 ഇൻറ്റു 4 എന്ന് എഴുതുകയാണ്. അതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ലോഗ് 3 ഇൻറ്റു 4 എന്ന് എഴുതാൻ പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ലോഗ് A ഇൻറ്റു B എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറി. സോ ലോഗ് A പ്ലസ് ലോഗ് B അഥവാ ലോഗ് 3 പ്ലസ് ലോഗ് 4 എന്ന് വരും. ശരിയല്ലടാ? ലോഗ് 3 എത്രയാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, 0.5 ആണ്. ലോഗ് 4 0.6 ആണ്. അപ്പോൾ തമ്മിൽ കൂട്ടി നോക്കിയാൽ 1.1 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 1 മുതൽ 10 വരെയുള്ള ആളുകളെയാണ് കാണാതെ പഠിച്ചതെങ്കിലും അതിനപ്പുറത്തേക്കുമുള്ള ഏത് ലോഗ് വാല്യൂസും നമുക്ക് ഈ 2 ഇക്വേഷൻസ് വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത. ലോഗ് 3.5 ചോദിച്ചൊരുത്തൻ, ലോഗ് 3.5. നമ്മളാണെങ്കിലോ ലോഗ് 3യും പഠിച്ചിട്ടുണ്ട്, ലോഗ് 4ഉം പഠിച്ചിട്ടുണ്ട്, ലോഗ് 3.5 പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറിയോ? ലോഗ് 3.5നെ ലോഗ് 7/2 എന്ന് എഴുതും. അതിന് ബുദ്ധിമുട്ടില്ലല്ലോ, 7ൻ്റെ പകുതിയാണല്ലോ 3.5. ഇനി നമ്മൾ എന്താ ചെയ്യുക? ലോഗ് A ബൈ B, ലോഗ് 7 മൈനസ് ലോഗ് 2 എന്നുള്ള ഫോർമാറ്റിലേക്ക് ഇത് മാറി.
ലോഗ് 7 എത്രയാണ് നമുക്കറിയാം. ലോഗ് 7 എത്രയാണെടാ? 0.85 ആണെന്ന് നമ്മൾ നേരത്തെ ആ ടേബിളിൽ പഠിച്ചിട്ടുണ്ട്. ലോഗ് 7 0.85 ആണ്. ലോഗ് 2 എന്ന് പറഞ്ഞാൽ 0.3യുമാണ്. സോ ദി ആൻസർ ഈസ് 0.55 എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ പഠിപ്പിച്ചു. അതിനേക്കാൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഞാൻ ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. മൈനസ് ലോഗ് എ ഇൻറ്റു 10⁻⁻x എന്ന ഫോർമാറ്റിൽ ഒരാൾ വന്നാൽ, മൈനസ് ലോഗ് എ ഇൻറ്റു 10⁻⁻x ഈ ഫോർമാറ്റിൽ ഒരാൾ വന്നാൽ അതിനെ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും, എക്സ് മൈനസ് ലോഗ് എ. ഞാൻ കാൽക്കുലേഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങളൊന്ന് വൃത്തിയായിട്ട് എഴുതിയിട്ട് അണ്ണാക്ക് തൊടാതൊന്ന് വിഴുങ്ങിക്കേടാ. മൈനസ് ലോഗ് എ ഇൻറ്റു 10⁻⁻x ഈക്വൽ ടു എക്സ് മൈനസ് ലോഗ് എ എന്നുള്ളതൊന്ന് എഴുതി വെക്ക്. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. മൈനസ് ലോഗ് 3 ഇൻറ്റു 10⁻⁻5 ഇസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യുക? ഇത് ഈ ഫോർമാറ്റിലല്ലേ നോക്കിയേ, എ ഇൻറ്റു 10⁻⁻x എന്ന ഫോർമാറ്റിലാണിത്. അപ്പോൾ വാല്യൂ എങ്ങനെയാണ് വരിക? എക്സ് മൈനസ് ലോഗ് എ. ഇവിടെ എക്സിന് പകരം എന്താ? 5 ആണുള്ളത്. അപ്പോൾ 5 മൈനസ് ലോഗ് 3 എന്നതിനെ റീറൈറ്റ് ചെയ്യണം. മുകളിൽ -5 ഉണ്ടാകും, പക്ഷെ നമ്മളതിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ അതിൽ മൈനസ് ഉണ്ടാവില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. മുകളിൽ -x ഉണ്ടായിരുന്നു, താഴേക്ക് വന്നപ്പോൾ അത് എക്സ് മാത്രമാണ്. അപ്പോൾ 5 മൈനസ് ലോഗ് 3, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ലോഗ് 3? ദാറ്റ് ഈസ് 0.5. സോ ദി ആൻസർ ഈസ് 4.5 എന്ന് വരും. ഇത് മനസ്സിലായില്ലടാ? അപ്പോൾ ഈ ഫോർമാറ്റിൽ ഏതൊരാളെ വന്നാലും പെട്ടെന്ന് ആൻസർ കാണാനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഒരുത്തൻ നിന്നോട് മൈനസ് ലോഗ് 0.003 എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. മൈനസ് ലോഗ് 0.003 ഇവനെ നമുക്ക് 0.003 ഒക്കെ നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോടാ? അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട ഫോർമാറ്റിലേക്ക് മാറ്റും. മൈനസ് ലോഗ് 0.003 എന്നതിനെ 3 ഇൻറ്റു 10⁻³ എന്ന് എഴുതി കൂടെ? ശരിയല്ലേ? ഇതിലുള്ള ഡിജിറ്റ് 3 ആണ്, അത് 3 പൊസിഷൻ പുറകിലാണ്. അതുകൊണ്ട് 3 ഇൻറ്റു 10⁻³ എന്ന ഫോർമാറ്റിലേക്ക് മാറ്റി. ഇപ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോർമാറ്റായി. മൈനസ് ലോഗ് എ ഇൻറ്റു 10⁻⁻x എന്ന ഫോർമാറ്റിലേക്ക് മാറി. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് മൈനസ് ലോഗ് എവിടെ? എക്സ് മൈനസ് ലോഗ് 3, എക്സ് മൈനസ് ലോഗ് എ എന്ന ഫോർമാറ്റിലേക്ക് മാറി. ഇവിടെ എക്സ് ആരാ? 3 ആണ്. 3 മൈനസ് ലോഗ് 3 എന്ന ഫോർമാറ്റിലേക്ക് മാറി. ലോഗ് 3യുടെ വാല്യൂ 0.5. സോ ദി ആൻസർ ഈസ് 2.5. ക്ലിയർ അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഞാൻ പഠിപ്പിച്ച സ്ഥിതിക്ക് ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. മോനെ, ഇവിടെ നിനക്കൊരു അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് 5 ഇൻറ്റു 10⁻⁻6 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നിന്നോട് pH ചോദിച്ചു. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എത്രയാണ് തന്നത്? 5 ഇൻറ്റു 10⁻⁻6. എന്നിട്ട് നിന്നോട് pH ചോദിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് pH കാണാനുള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? pH ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ്. pH ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ് pH. അപ്പോൾ നമ്മൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നേരത്തെ ഞാൻ 9 ഇക്വേഷൻ പഠിപ്പിച്ചതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ഇതായിരുന്നു. pH ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇസ് ഗിവൺ ആസ് 5 ഇൻറ്റു 10⁻⁻6. ഇത് ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ച ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ്. നമ്മളതിനെ റീറൈറ്റ് ചെയ്യും. 6 മൈനസ് ലോഗ് 5 എന്നെഴുതും. വാട്ട് ഈസ് ലോഗ് 5? ദാറ്റ് ഈസ് 0.7. സോ ദി ആൻസർ ഈസ് 5.3 ഈസ് ദി കറക്റ്റ് ആൻസർ. പെട്ടെന്ന് കിട്ടിയില്ലേ? കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് തന്നാൽ പെട്ടെന്ന് pH കാണാൻ ഈ വഴികളാണ് യൂസ് ചെയ്യുക. ഞാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേടാ, അടുത്തൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. 0.004 മോളാർ H2SO4. 0.004 മോളാർ H2SO4. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ pH എത്ര എന്നാണ് ചോദ്യം. ഇയാളുടെ pH എത്ര? എടാ മോനെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ pH കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് അല്ലേ എടാ pH കാണാനുള്ള ഇക്വേഷൻ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നിർഭാഗ്യവശാൽ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. എടാ, കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. മൊളാരിറ്റി ഇൻറ്റു നമ്പർ ഓഫ് ഹൈഡ്രജൻ ആണ്. സിമ്പിളാണ്. മൊളാരിറ്റി ഇൻറ്റു നമ്പർ ഓഫ് ഹൈഡ്രജൻ. മൊളാരിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.04 ആണ്. H2SO4 എന്ന ആസിഡിൽ 2 ഹൈഡ്രജൻ ഇല്ലേ? അപ്പോൾ ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.08 എന്ന് കിട്ടും. അതിനെ നമ്മൾ 8 ഇൻറ്റു 10⁻⁻2 എന്ന് റീറൈറ്റും ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് തന്നില്ലെങ്കിൽ മൊളാരിറ്റിയെ നമ്പർ ഓഫ് ഹൈഡ്രജൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ആ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് നിങ്ങൾ അവിടെ ഉണ്ടാക്കാം. സോ pH ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ്
8 ഇൻറ്റു 10⁻², എന്ന് നമുക്ക് ഇവിടെ എടുത്തെഴുതാം. ദാറ്റ് ഈസ് 2 മൈനസ് ലോഗ് 8. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ലോഗ് 8? 0.9 ആണ്. സോ 2 മൈനസ് 0.9, ദാറ്റ് ഈസ് 1.1 ഈസ് ദി വാല്യൂ ഓഫ് pH. ക്ലിയർ അല്ലേടാ? അപ്പോൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പലയിടത്ത് അവൈലബിൾ ആണ്. ഞാൻ ഒരുപാട് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ സമയം കളയുന്നില്ല. പലയിടത്തും ക്വസ്റ്റ്യൻസ് കാണാം. നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും നിങ്ങൾ. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പേഴ്സണലി വാട്സപ്പ് ചെയ്യുക. നമ്മളതിന് കൃത്യമായിട്ട് സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇനി മക്കളെ, നമുക്ക് pHൻ്റെ കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. സ്ട്രോങ് ആൻഡ് വീക്ക് ആസിഡ്സിനെ കുറിച്ചും ബേസിനെ കുറിച്ചുമാണ് ഞാൻ ഇനി പഠിപ്പിക്കാൻ പോണത്. ഇത് കൂടുതലൊന്നും ചിന്തിക്കാനില്ലാത്തൊരു ഏരിയയാണ്. പഠിക്കൽ നിർബന്ധമാണ്. എന്നാലേ നമുക്കിത് കഴിഞ്ഞിട്ടുള്ള സാൾട്ട് ഹൈഡ്രോളിസിസും അതുപോലെ ബഫർ സൊല്യൂഷൻസും ഒക്കെ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ പോലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പല കോൺസെപ്റ്റുകൾ മനസ്സിലാവാൻ ഇത് അനിവാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഇതൊരു ടോപ്പിക്കായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് പഠിക്കുക, സ്ട്രോങ് ആസിഡുകളുടെ ലിസ്റ്റ് പഠിച്ചോ. സ്ട്രോങ് ആസിഡ്സ് പഠിക്കൽ ഫറലാണ്. ഒന്നാമൻ ഞാൻ നിന്നോട് പറഞ്ഞു HClO4 നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. H2SO4 സ്ട്രോങ് ആണ്. HNO3 സ്ട്രോങ് ആണ്. HClഉം HBrഉം HIയും സ്ട്രോങ് ആണ്. എഴുതിയെടുക്കുക. ഈ കാണുന്ന ആളുകളെല്ലാം സ്ട്രോങ് ആസിഡാണ്. ഇനിയിപ്പോൾ ഇതിലാരുണ്ടോ? HClO4, H2SO4, HNO3, HCl, HBr, HI. ഇനി ആരെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ ഇടയിൽ ചേർത്തോളാം. നിങ്ങൾ അതിനൊരു 2 സെൻറ്റ് സ്ഥലം ഇവിടെ വിട്ടേക്ക്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വീക്ക് ആസിഡുകളാണ്. എടാ, വീക്ക് ആസിഡായിട്ട് പഠിക്കാനുള്ള ആൾക്കാർ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയണ H3PO4 ഫോസ്ഫോറിക് ആസിഡ്. അയാൾ വീക്കാണ്. ഫോസ്ഫോറിക് ആസിഡ് ഒരു വീക്കായിട്ടുള്ള ആസിഡാണ്, ഓർത്ത് വെച്ചോളണം. വേറെ H2SO3 വീക്കാ. H2SO4 സ്ട്രോങ്ങാ, പക്ഷേ H2SO3 വീക്കാ. HNO2 വീക്കാ. HNO3 നൈട്രിക് ആസിഡ് സ്ട്രോങ്ങാ, പക്ഷേ HNO2 നൈട്രസ് ആസിഡ് എന്നാ പേര്, അയാൾ വീക്കാ. പിന്നെ HF വീക്കാ. ഇവിടെ നോക്കിയാൽ HCl, HBr, HI, അതിലൊരാളെ ഞാൻ മനപ്പുറത്തോടെ ഒഴിവാക്കിയല്ലോ. HF അയാൾ വീക്കാ. H2CO3 കാർബോണിക് ആസിഡ് വീക്കാ. HCN ഹൈഡ്രോസയാനിക് ആസിഡ്, ഇയാളും വീക്കാ. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വീക്കാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോളണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഓൾ ഓർഗാനിക് ആസിഡ്. എല്ലാ ഓർഗാനിക് ആസിഡുകളും വീക്കാ. ഓൾ ഓർഗാനിക് ആസിഡ്. ഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? COOH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പുള്ള എല്ലാവരും. അപ്പോൾ COH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നതുകൊണ്ട് ആസിഡായ എല്ലാവരും വീക്ക് ആസിഡുകളാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോമിക് ആസിഡ്, അതുപോലെ അസറ്റിക് ആസിഡ്, അതുപോലെ ബെൻസോയിക് ആസിഡ്, അതുപോലെ താലിക് ആസിഡ്, ഇങ്ങനെ പറയുന്ന എല്ലാ ആസിഡുകളും വീക്ക് ആസിഡുകളാണ്. അവരെല്ലാം ഓർഗാനിക് ആസിഡുകളാണ്. പിന്നെ വീക്കായിട്ടുള്ള വേറൊരാളും കൂടി ഉണ്ട്, ഓൾ ലൂയിസ് ആസിഡ്സ്. എല്ലാ ലൂയിസ് ആസിഡുകളും വീക്കാ. ലൂയിസ് ആസിഡിൻ്റെ ഒക്കെ ലിസ്റ്റ് ഞാൻ കുറച്ച് മുമ്പ് ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ. അതിലുള്ള എല്ലാവരും ആസിഡാണോ? ആണ്, പക്ഷെ വീക്കായിട്ടുള്ള ആസിഡുകളാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും വീക്ക് ആയിട്ടുള്ള ആസിഡും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ബേസുകളാണ്. സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഓർക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഗ്രൂപ്പ് 1ൻ്റെയും ഗ്രൂപ്പ് 2ൻ്റെയും ഹൈഡ്രോക്സൈഡ് എന്ന് ഓർത്താൽ മതി. ഹൈഡ്രോക്സൈഡ്സ്, അത് സിമ്പിളായിട്ട് ഓർക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ ബെറിലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ഇവരൊക്കെയാണല്ലോ. ഇവരുടെയൊക്കെ ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ കൂടെ OH ചേർത്തവൻ. അപ്പോൾ LiOH, NaOH, KOH. ഗ്രൂപ്പ് 2 ആകുമ്പോൾ OH 2 ഉണ്ടാകും, വാലൻസി ബാലൻസ് ചെയ്യാൻ. BeOH ട്വൈസ്, MgOH ട്വൈസ്, അതുപോലെ CaOH ട്വൈസ്. ഇവരെല്ലാവരും സ്ട്രോങ് ആയിട്ടുള്ള ബേസുകളാണ്. അപ്പോൾ സ്ട്രോങ് ബേസിനെ എങ്ങനെയാണ് ഓർക്കുക മോനെ? ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 എലമെൻറ്റുകളുടെ ഹൈഡ്രോക്സൈഡുകൾ എന്നോർത്താൽ മതി. വീക്കായിട്ടുള്ള ബേസുകളുണ്ട്. വീക്കായിട്ടുള്ള ബേസുകൾ സിമ്പിളാണ്. വീക്ക് ബേസിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നവൻ NH4OH ആണ്, അമോണിയം ഹൈഡ്രോക്സൈഡാണ്. വേറൊരാളാണ് CuOH ട്വൈസ്, കോപ്പറിൻ്റെ ഹൈഡ്രോക്സൈഡ്. വേറൊരാളാണ് അയേൺ, FeOH ട്വൈസുമുണ്ട്, FeOH ത്രൈസുണ്ട്. അതുപോലെ സിങ്കിൻ്റെ ഹൈഡ്രോക്സൈഡ് ZnOH ട്വൈസ്. ഇവരെല്ലാവരും വീക്കായിട്ടുള്ള ബേസുകളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഓർത്ത് വെച്ചോ, ഓൾ ലൂയിസ് ബേസ്. എല്ലാ ലൂയിസ് ബേസുകളും
എല്ലാ ലൂയിസ് ബേസുകളും വീക്കാണ്. നേരത്തെ ഓൾ ഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആരുമില്ല. നേരത്തെ ഓൾ ലൂയിസ് ആസിഡ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലൂയിസ് ബേസുകളും വീക്കായിട്ടുള്ള ബേസുകളാണ്. അപ്പോൾ ഈ 2 സ്ലൈഡുകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നത് സ്ട്രോങ് ആൻഡ് വീക്ക് ആസിഡ് ആൻഡ് ബേസസ് ആണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇപ്പോഴല്ല, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇത് പഠിക്കണം. എന്നാലേ ഇനി പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. എടാ, സാൾട്ട് ഹൈഡ്രോളിസിസ് ആണ് അടുത്ത ചർച്ച. എടാ, സോൾട്ട് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ആസിഡും ബേസും കൂടി ചേർന്ന് കിട്ടുന്ന ആളാണ് സോൾട്ട്. ആസിഡും ബേസും കൂടി ചേർന്ന് കിട്ടുന്ന ആളാണ് സോൾട്ട്. ഈ സോൾട്ട് 4 വിധത്തിലുണ്ടാകാം. 4 ടൈപ്പ് സോൾട്ടുകളുണ്ട്. ഒന്ന് ഏതാണെന്ന് അറിയോ? ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്ന് അതിൽ ജനിച്ചിട്ടുള്ള സോൾട്ട്. 2 സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടി ചേർന്നുണ്ടായ സോൾട്ട്. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്നുണ്ടായ സോൾട്ട്. 4 കളി നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങൾ പറയും വീക്ക് ആസിഡും വീക്ക് ബേസും കൂടി ചേർന്നുണ്ടായ സോൾട്ട്. ഇങ്ങനെ സോൾട്ടുകൾ 4 വിധമുണ്ട്. ഈ 4 സോൾട്ടിൽ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്നുണ്ടായ സോൾട്ടില്ലടാ, ഇയാൾക്ക് മാത്രം നോ ഹൈഡ്രോളിസിസ്. അയാൾക്ക് ഹൈഡ്രോളിസിസ് ഉണ്ടാവില്ല. അപ്പോൾ താഴെ പറയുന്നതിൽ ആർക്കാണ് ഹൈഡ്രോളിസിസ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? താഴെ പറയുന്ന സോൾട്ടുകളിൽ ആരാണ് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്നുണ്ടായ സോൾട്ട് എന്ന് മനസ്സിലാക്കണം. വീക്ക് ആസിഡും വീക്ക് ബേസും കൂടി ചേർന്നുണ്ടായ സോൾട്ട് ഇല്ലടാ, അയാൾക്കാണ് മാക്സിമം ഹൈഡ്രോളിസിസ് നടക്കുക. അയാളാണ് മാക്സിമം ഹൈഡ്രോളിസിസ് നടക്കുക. അപ്പോൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് കൂടി ചേർന്നുണ്ടായ സോൾട്ടിന് ഹൈഡ്രോളിസിസ് ഇല്ല. വീക്ക് ആസിഡും വീക്ക് ബേസും കൂടി ചേർന്നുണ്ടായ ആൾക്ക് മാക്സിമം ഹൈഡ്രോളിസിസ് ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങളെ, ഞാൻ അതിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചു തരാൻ പോവാണ്. ഒന്നാമത്തെ എക്സാമ്പിളാണ് NaCl. രണ്ടാമത്തെ എക്സാമ്പിളാണ് NaCN. NaCN വേണ്ട, NH4Cl. മൂന്നാമനാണ് NaCN. നാലാമൻ NH4Cn. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിച്ചേടാ, എല്ലാവരും എൻ്റെ കൂടെ സഞ്ചരിച്ച്. NaCl എന്ന് പറയുന്നത് ഒരു സോൾട്ടാണ്. ആ സോൾട്ട് ഉണ്ടാവാൻ കാരണക്കാരായ ആസിഡ് ആര്, ബേസ് ആര് എന്ന് ഞാൻ പറയാം. എങ്ങനെയാണെന്ന് അറിയോടാ? ഇതിലെ ഫസ്റ്റ് പാർട്ടില്ലടാ Na, ആ എന്നയുടെ കൂടെ OH ചേർത്ത് കൊടുക്കുക. അപ്പോൾ NaOH ആണ് അതുണ്ടാവാൻ കാരണക്കാരനായ ബേസ്. രണ്ടാമത്തെ പാർട്ടില്ലടാ Cl, അതിൻ്റെ കൂടെ Hഉം ചേർത്ത് കൊടുക്കുക. അപ്പോൾ HClഉം NaOH. ഇതുപോലെ ബാക്കിയൊക്കെ ഞാൻ പെട്ടെന്ന് എഴുതുകയാണേ. എങ്ങനെ ഉണ്ടാവുക? അവിടെ Cl ആണ്, അപ്പോൾ HCl ആണ് ആസിഡ്, NH4OH ആണ് ബേസ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? എന്ന പോലെ ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ HCN ആസിഡ്, NaOH ബേസ്, NaOH ബേസ്. ക്ലിയർ അല്ലേ? ഇവിടെ ആരായിരിക്കും? HCN ആണ് ആസിഡ്, NH4OH ആണ് ബേസ്. ഇനി ഞാനിതൊക്കെ സ്ട്രോങ് ആണോ വീക്കാണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഞാൻ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ HCl സ്ട്രോങ് ആസിഡാ, NaOH സ്ട്രോങ് ബേസാ. HCN വീക്ക് ആസിഡാ, NaOH സ്ട്രോങ് ബേസാ. HCN വീക്ക് ആസിഡാ, NH4OH വീക്ക് ബേസാ. HCl സ്ട്രോങ് ആസിഡാ, NH4OH വീക്ക് ബേസാ. ഇതൊക്കെ ഞാൻ നേരത്തെ തന്നതാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെടാ, ഈ സോൾട്ട് ഇല്ലടാ, ഈ സോൾട്ട് ഇപ്പോൾ 4 സോൾട്ട് ഞാൻ തന്നല്ലോ. ഈ സോൾട്ടിനെ വെള്ളത്തിൽ കലക്കിയാൽ ആ കിട്ടുന്ന സൊല്യൂഷൻ അസിഡിക് ആയിരിക്കുമോ ബേസിക് ആയിരിക്കുമോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. എങ്ങനെ? ഈ സോൾട്ടുകളെ വെള്ളത്തിൽ കലക്കിയാൽ കിട്ടുന്ന സൊല്യൂഷൻ അസിഡിക് ആയിരിക്കുമോ ബേസിക് ആയിരിക്കുമോ എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും. അത് ആൻസർ ചെയ്യാൻ നിങ്ങൾ ആ സോൾട്ട് ഉണ്ടായ ആസിഡ് ആരാ, ആ സോൾട്ട് ഉണ്ടാവാൻ കാരണക്കാരനായ ബേസ് ആരാ എന്ന് അറിയണം. അതാണ് ഇപ്പോൾ ഞാൻ ഈ എഴുതി വെച്ചത്. ഇപ്പോൾ ഇവിടെ നോക്കിയടാ, 2 പേരും സ്ട്രോങ് അല്ലേടാ? 2 പേരും സ്ട്രോങ് ആണെങ്കിൽ ഇയാളെ വെള്ളത്തിൽ കലക്കിയാൽ കിട്ടുന്ന സൊല്യൂഷൻ ന്യൂട്രൽ ആയിരിക്കും. 2 പേരും സ്ട്രോങ് ആണല്ലോ, അപ്പോൾ 2 ക്യാരക്ടറും ഹൈ ആയിരിക്കും. അതുകൊണ്ട് ടോട്ടൽ അത് ന്യൂട്രലായി പോകും. ഇവിടെ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും അല്ലേടാ? അപ്പോൾ ആരാ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ? സ്ട്രോങ് ആസിഡ് അല്ലേടാ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇയാളെ വെള്ളത്തിൽ കലക്കിയാൽ കിട്ടുന്ന സൊല്യൂഷൻ ആസിഡിക് ആയിരിക്കും. ആരാ സ്ട്രോങ് നോക്കിയാൽ മതി. ഇവിടെ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ഡോമിനേറ്റിംഗ് ഫാക്ടർ ഈസ് ബേസിക്, സോ ദി അക്വസ് സൊല്യൂഷൻ ഓഫ് ദിസ് സോൾട്ട് ഈസ് ബേസിക്. ക്ലിയർ അല്ലേടാ? എന്നാൽ ഓർത്ത് വെച്ചോ, 2 പേരും വീക്ക് ആണെങ്കിൽ ആ അക്വസ് സൊല്യൂഷൻ ന്യൂട്രൽ ആവാം, ആസിഡിക് ആവാം, ബേസിക് ആവാം, 3ഉം ആവാം. ഇതിലേതാണ് എന്നുള്ളത്
തമ്മിൽ ഭേദം ഇവരിൽ ആരാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ബേസ് എന്നതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ രണ്ടുപേരും വീക്കാണെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് കുറച്ചുകൂടെ ആസിഡിറ്റിയോ ബേസിസിറ്റിയോ കൂടുതൽ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് അതിൻ്റെ ബേസിക് ആസിഡിക് ആവാം ബേസിക് ആവാം എന്ന് മാറി മാറി വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ സോൾട്ട് ഹൈഡ്രോളിസിസിൽ ഒരു അക്വസ് സൊല്യൂഷനെ വെള്ളത്തിൽ കലക്കിയാൽ എന്താണ് അവിടെ കിട്ടുക എന്നുള്ളത്, ആ സൊല്യൂഷൻ ആസിഡിക് ആയിരിക്കുമോ ബേസിക് ആയിരിക്കുമോ എന്നൊക്കെ കാണാൻ വരും. ഈ വീക്ക് ആസിഡ് വീക്ക് ബേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഇക്വേഷൻ NCERT പറയുന്നുണ്ട്. ആ ഇക്വേഷൻ കാണാതെ പഠിക്കണം. വീക്ക് ആസിഡ് വീക്ക് ബേസ് എന്നുള്ള ടൈപ്പ് ഓഫ് സോൾട്ടിന് മാത്രമുള്ള ഇക്വേഷനാണ്. അയാളുടെ pH ന്യൂട്രൽ ആവാം അസിഡിക് ആവാം ബേസിക് ആവാം എന്ന് പറഞ്ഞല്ലോ, അത് അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. pH = ½ pKw + pKa - pKb. കാണാതെ പഠിച്ചു വെക്ക്, ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്ക്. ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. pH = ½ pKw + pKa - pKb. ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇതൊന്ന് കാണാതെ പഠിച്ചു വെക്ക്. ബഫർ സൊല്യൂഷനാണ്. എന്താണ് ബഫർ സൊല്യൂഷൻ? നിങ്ങൾക്കറിയാം, കോൺസ്റ്റൻറ്റ് pH ഉള്ള സൊല്യൂഷനാണ് ബഫർ സൊല്യൂഷൻ. ആസിഡ് ഒഴിച്ചാലും ബേസ് ഒഴിച്ചാലും ഒന്നും pH ചേഞ്ച് ആവില്ല. അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പേര് വിളിക്കുക. അപ്പോൾ ബഫർ സൊല്യൂഷൻ്റെ പ്രത്യേകത, അവർക്ക് കോൺസ്റ്റൻറ്റ് pH വാല്യൂ ഉണ്ടാകും. pH വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ബഫർ സൊല്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ബഫർ സൊല്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് അസിഡിക് ബഫർ. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വീക്ക് ആസിഡും അയാളുടെ തന്നെ സോൾട്ടും കൂടി ചേർന്ന അവസ്ഥയാണ് അസിഡിക് ബഫർ. എങ്ങനെയാടാ? വീക്ക് ആസിഡും അയാളുടെ സോൾട്ടും കൂടി ചേർന്നാലുള്ള മിക്സറിനെയാണ് നമ്മൾ അസിഡിക് ബഫർ എന്ന് പേര് വിളിക്കുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വീക്ക് ആസിഡ് ആണല്ലോ HF. HF ഒരു വീക്ക് ആസിഡാണ്. അയാളുടെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ H പോയിട്ട് പകരം വേറൊരാൾ വരണം. ഫോർ എക്സാമ്പിൾ NaF ആയിക്കോട്ടെ. അപ്പോൾ നോക്കിയേ, ഇതൊരു വീക്ക് ആസിഡും ഇത് അതിൻ്റെ സോൾട്ടും വന്നില്ലേടാ. അപ്പോൾ വീക്ക് ആസിഡും സോൾട്ടും വന്നാൽ അതിനെ നമ്മൾ അസിഡിക് ബഫറായിട്ട് മനസ്സിലാക്കും. അയാളാണ് അസിഡിക് ബഫർ. അസിഡിക് ബഫറിൻ്റെ ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ pH കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. pH = എല്ലാവരും എഴുതിയെടുത്തോ, pKa + log കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഇക്വേഷൻ കാണാൻ പഠിച്ചു വെക്ക്, ക്വസ്റ്റ്യൻ നമുക്ക് പിന്നീട് ചെയ്യാം. pH = pKa + log കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, ഹെൻഡേഴ്സൺ ഹേസൽബാക്ക് ഇക്വേഷൻ. ഹെൻഡേഴ്സൺ ഹേസൽബാക്ക് ഇക്വേഷൻ എന്നാണ് ഈ ഇക്വേഷനെ വിളിക്കുന്ന പേര്. അപ്പോൾ അസിഡിക് ബഫറിൻ്റെ കഥ പറഞ്ഞു, വീക്ക് ആസിഡും സോൾട്ടും കൂടി ചേർന്നാണ്. എക്സാമ്പിൾ പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു. അതേ താളത്തിൽ ഞാൻ ബേസിക് ബഫർ പറയുകയാണ് കുഞ്ഞെ, വിഷമം ഉണ്ടാവില്ലല്ലോ. രണ്ടാമൻ ബേസിക് ബഫറാണ്, കുറച്ച് മാറ്റി ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഒരു വീക്ക് ബേസും അതിൻ്റെ തന്നെ സോൾട്ടും തമ്മിൽ കൂടി ചേർന്ന മിക്സറിനെയാണ് നമ്മൾ ബേസിക് ബഫറായിട്ട് മനസ്സിലാക്കുക. ഇഷ്ടപ്പെട്ടൊരു വീക്ക് ബേസാണ് NH4OH അല്ലേടാ. NH4OH ഒരു വീക്ക് ബേസ് ആണല്ലോ. അതിൻ്റെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ OH പോയിട്ട് പകരം ഏതെങ്കിലും നെഗറ്റീവ് ചാർജുള്ള വേറൊരാൾ വന്നാൽ മതി. ഫോർ എക്സാമ്പിൾ NH4Cl. കണ്ടില്ലേ? അപ്പോൾ ഒരു വീക്ക് ബേസും അതിൻ്റെ സോൾട്ടും വന്നു. അപ്പോൾ അതൊരു ബേസിക് ബഫറാണ്. ബേസിക് ബഫറിനും ഇതുപോലെ ഇക്വേഷൻ ഉണ്ട് കുഞ്ഞെ, കറസ്പോണ്ടിങ് ഇക്വേഷൻ ഉണ്ട്. pH പകരം POH എന്നാകും, pKa പകരം pKb എന്നാകും. അപ്പോൾ POH = pKb + log കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് മാറ്റമില്ല, കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് എന്നതിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് ബേസ് എന്നാകും. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ തന്നെ pH അസിഡിക് ബഫറിലുള്ള ടേമുകളൊക്കെ നേരെ ബേസിക് ബഫറിലേക്ക് മാറ്റിയാൽ മതി. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഹെൻഡേഴ്സൺ ഹേസൽബാക്ക് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം എല്ലാവരും ഇക്വേഷനൊക്കെ ഒന്ന് വൃത്തിയായിട്ട് എഴുതിയെടുത്തേടാ. ബഫർ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് എൻട്രൻസിന് ചോദിക്കാറുള്ള സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് സൊല്യൂബിലിറ്റി ആൻഡ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ്. ഞാനിവിടെ S ആൻഡ് KSP എന്ന് എഴുതി മാറ്റി വെച്ചത്. S എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റിയാണ്, KSP എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റാണ്, സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ്. കുഞ്ഞുങ്ങളെ, ഞാനടാ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായ വഴിയിൽ സൊല്യൂബിലിറ്റി ആൻഡ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിനെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഇതിന് നമ്മൾ +1 പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഡിസോസിയേഷനൊക്കെ കാണിച്ച് ഒന്നിനെ S മറ്റേതിന് 2S എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പണ്ടാരടങ്ങിയിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് മറന്നുപോയത്. അതില്ലാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിൻ്റെ കയ്യിലൊരു സോൾട്ട് കിട്ടി. ആ സോൾട്ടിൻ്റെ ഫോർമുല AXBY ആണെന്ന് വെറുതെ വിചാരിക്കുക. X എന്ന് പറഞ്ഞാൽ Aയുടെ എണ്ണം, Y എന്ന് പറഞ്ഞാൽ Bയുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൊല്യൂബിലിറ്റിയും സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റും തമ്മിലൊരു ബന്ധമുണ്ട്.
ആ ബന്ധം ഇതാണ്, കാണാതെ പഠിച്ചോ. കെ എസ് പി ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു വൈ ഇൻറ്റു എസ് റേസ് ടു എക്സ് പ്ലസ് വൈ. ഇത് കാണാൻ പഠിച്ചാൽ എത്ര സിമ്പിളാണെന്നറിയൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കെ എസ് പിയും എസും തമ്മിലുള്ള റിലേഷൻ എവിടെയും നിങ്ങൾ കാണാതെ പഠിക്കണ്ട. 3 എക്സാമ്പിൾ ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാണെടാ, NaCl. എടാ, ഒന്നാമത്തെ ആളുടെ എണ്ണം സോഡിയം അല്ലേ, അതിൻ്റെ എണ്ണമാണ് എക്സ്, അതിവിടെ 1 ആണ്. രണ്ടാമൻ ക്ലോറിൻ ആണ്, അതിൻ്റെ എണ്ണവും 1 ആണ്. സോ എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും ഇവിടെ 1 ആണ്. എക്സും വൈയും എന്താണ്? ഒന്നാമൻ്റെ എണ്ണം എക്സ്, രണ്ടാമൻ്റെ എണ്ണം വൈ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കെ എസ് പി എങ്ങനെ കാണുക? കെ എസ് പി ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു വൈ ഇൻറ്റു എസ് റേസ് ടു എക്സ് പ്ലസ് വൈ, അഥവാ 1 റേസ് ടു 1 ഇൻറ്റു 1 റേസ് ടു 1 ഇൻറ്റു എസ് റേസ് ടു 1 പ്ലസ് 1. 1 റേസ് ടു 1 1 ആണ്, 1 റേസ് ടു 1 1 ആണ്, 1 ഇൻറ്റു 1 1 ആണ്. സോ എസ് റേസ് ടു 2 എന്ന ആൻസർ വരും. കെ എസ് പി ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ എന്നാണ് ഈ സോൾട്ടിൽ അതിൻ്റെ റിലേഷൻ. സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? വേറെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. CaF2 കാൽഷ്യം ഫ്ലൂറൈഡ്. ഇവിടെ എന്താ പ്രത്യേകത? എക്സിൻ്റെ വാല്യൂ 1 ആണ്, കാൽസ്യത്തിൻ്റെ എണ്ണം. പക്ഷെ ഫ്ലൂറിൻ്റെ എണ്ണം 2 ആണ്. സോ വൈയുടെ വാല്യൂ 2. സോ കെ എസ് പി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതുക? 1 റേസ് ടു 1 ഇൻറ്റു 2 റേസ് ടു 2 ഇൻറ്റു എസ് റേസ് ടു 1 പ്ലസ് 2. സോ കെ എസ് പി ഇസ് ഈക്വൽ ടു സിമ്പിളായിട്ട് പറഞ്ഞേടാ 1 റേസ് ടു 1 1, 2 റേസ് ടു 2 4 എസ് റേസ് ടു 3 എന്ന് വരില്ലേടാ. ഇതാണ് നമ്മൾ പണ്ട് കുറേ ഡിറൈവ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് സംഭവമാക്കിയിരുന്നത്. 4s³ എന്ന ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ AlCl3 നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. AlCl3 ഒറ്റയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. എക്സിൻ്റെ വാല്യൂ 1 എന്നും വൈയുടെ വാല്യൂ 3 എന്നും കിട്ടും. സോ കെ എസ് പി ഇസ് ഈക്വൽ ടു 1 റേസ് ടു 1 1 തന്നെ, 3 റേസ് ടു 3 27, എസ് റേസ് ടു 1 പ്ലസ് 3 4. അപ്പോൾ 3 റേസ് ടു 3 9 എന്ന് എഴുതിയവരുണ്ടെങ്കിൽ തെറ്റാണ്. കെ എസ് പി ഇസ് ഈക്വൽ ടു 27 എസ് റേസ് ടു 4 ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഇതുമായി ബന്ധപ്പെട്ടും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ ഇക്വിലിബ്രിയം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള തിയറിയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോവാറായിട്ടില്ല. നമ്മൾ ഇതിൽ നിന്നൊരു 10-22 ക്വസ്റ്റ്യൻ കൂടി ഇതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ താഴെ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരണം. എനിക്കിതൊക്കെ മനസ്സിലാവാനാണ്. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. 2 മണിക്കൂറായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ? നിങ്ങൾക്കിതൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ ഹാപ്പി ആണോ എന്നൊക്കെ എനിക്കറിയാൻ. നമ്മൾ തമ്മിൽ വേറെ ഫിസിക്കലി നേരിട്ട് കോണ്ടാക്റ്റുകളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകളൊക്കെ ഞാൻ നിർബന്ധമായിട്ടും വായിക്കും, ഉറപ്പായിട്ടും വായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങളുടേതായ ഒരു ശൈലിയിൽ എന്താണ് ക്ലാസ് കൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ എന്താണ് ഇതിൽ വേണ്ട മാറ്റം, എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇട്ട് തന്നാൽ എനിക്കതൊരു സുഖം ഉണ്ടാവും. കാണാനും വായിക്കാനൊക്കെ ഒരു താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. തെറ്റുകൾ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വരെ ജന്മത്തിൽ ഒരു ക്ലാസ്സിന് പോലും അല്ലെങ്കിൽ ഒരു വീഡിയോക്ക് പോലും കമൻ്റ് ഇട്ടിട്ടില്ലാത്ത ആളാണെങ്കിലും, ഇത് നിങ്ങളിപ്പോൾ ഇത്രയും നേരം ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ മാത്രമേ ഞാനീ പറയുന്ന ഡയലോഗ് കേൾക്കുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതുകൊണ്ട് ഗുണം കിട്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങളിത് കാണണേ. അപ്പോൾ തിരിച്ചൊരു ചെറിയൊരു ഫേവർ എന്നുള്ളതിലേക്ക് ഒരു കമൻറ്റ് ഒന്നിട്ടേക്ക്, ഒന്ന് കാണട്ടെ. അതുപോലെ നിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു 10 കുട്ടികൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ആർക്കും ദോഷമൊന്നുമില്ലല്ലോ. ഒരു 10 കുട്ടികൾക്ക് വീഡിയോ അല്ലേ കിട്ടണേ, ക്ലാസ് അല്ലേ കിട്ടണേ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ 2 സഹായം നിങ്ങളൊന്ന് ചെയ്തേക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന്, അത് പെട്ടെന്ന് തീരും, എല്ലാവരും ഒന്ന് കാണുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഞങ്ങളുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും നിർബന്ധമായും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ മക്കളെ, നമുക്ക് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒരു 10-22 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോ. എ കെമിക്കൽ റിയാക്ഷൻ ഈസ് സെഡ് ടു ഹാവ് അറ്റൻഡ് ഇക്വിലിബ്രിയം വെൻ. തിയറി പോർഷൻ പഠിപ്പിച്ച സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ്. ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആക്കുമ്പോഴാണ്. അല്ലാതെ റിയാക്ഷൻ എത്ര പെർസെൻറ്റേജ് നടന്നു എന്നോ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ എത്രയാണെന്നോ അവിടെ ഫാക്ടർ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഇൻ എ കളർഡ് ഗേഷ്യസ് റിവേഴ്സിബിൾ റിയാക്ഷൻ ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദി കോൺസ്റ്റൻസി ഓഫ്. എന്തൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കളർ, ഡെൻസിറ്റി, പ്രഷർ എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നതാണ്.
വാല്യൂ ഓഫ് Kc ഫോർ ദി റിയാക്ഷൻ N2 + 3H2 gives 2NH3 ഡിപ്പെൻഡ്സ് ഓൺ. Kcയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടർ, ഒന്ന് ടെമ്പറേച്ചറും മറ്റൊന്ന് മോഡ് ഓഫ് എക്സ്പ്രഷനും മാത്രമാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇൻ എ കെമിക്കൽ ഇക്വിലിബ്രിയം A+B gives C+D. ശ്രദ്ധിക്കണേ, A+B gives C+D ആണ്. അതിൽ 1 mol ഈച്ച് ഓഫ് ദി 2 റിയാക്റ്റൻസ് ആർ മിക്സ്ഡ്. അപ്പോൾ ഇനീഷ്യലി ഇയാളും 1 mol ഇയാളും 1 mol എടുത്തു. അപ്പോൾ C0 D0 ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് പറയുകയാണെ പ്രൊഡക്റ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിയപ്പോൾ എത്ര പ്രൊഡക്റ്റ് ഉണ്ടായി എന്നാണ് പറയണേ. അപ്പോൾ അതിനു മുമ്പ് നമ്മളെ കണക്കറിയാലോ, ഇത് 1 - x, ഇത് 1 - x, ഇത് x എന്ന് എടുക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ത്രെഡ് ആയിരിക്കും പിന്നീട് തരിക. അതാണ് ഈ തന്നത്. 0.6 mol ഓഫ് ഈച്ച് ഓഫ് ദി പ്രൊഡക്റ്റ് ആണ് ഉണ്ടായത്. അപ്പോൾ ഈ പ്രൊഡക്റ്റും 0.6 ആണ്. അഥവാ ഈ എക്സിൻ്റെ വാല്യൂ 0.6 ആണ്, ഈ എക്സിൻ്റെ വാല്യൂ 0.6 ആണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0.6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് 1 - x 0.4 ആയി, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ 0.4. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്ര? Kc എങ്ങനെ കാണുക? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. ഇങ്ങനെയല്ലടാ വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 0.6 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ 0.4 ഇൻറ്റു 0.4. സിമ്പിൾ അല്ലേ കാൽക്കുലേഷൻ? ഞാനിതിനെ 0.6ഉം 0.6ഉം 0.4ഉം 0.4ലൊക്കെ പോയിന്റ് വെട്ടി ഒഴിവാക്കി. സോ ദാറ്റ് ഈസ് 36 ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. 36/16 ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് വെട്ടി ചെറുതാക്കിയാൽ നിങ്ങൾക്ക് 2.25 എന്ന ആൻസർ കൃത്യമായിട്ട് വരും. ചെയ്ത് നോക്കിയാൽ മതി. സോ ദി ആൻസർ ഈസ് 2.25 എന്ന ആൻസർ വരും. ഫോർ ദി റിയാക്ഷൻ കോപ്പർ സോളിഡിനെ ഞാൻ ഒഴിവാക്കി. അക്വസ് ആണ് അവിടെ കിടക്കട്ടെ. കോപ്പർ അക്വസ് ആണ്, Ag സോളിഡ് ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ എഴുതുക? പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ Cu2+ഉം റിയാക്റ്റൻറ്റ് സൈഡിൽ Ag+ൻ്റെ സ്ക്വയറും 2Ag+ എന്നല്ലേ ഉള്ളത്. അപ്പോൾ മുകളിൽ Cu2+, താഴെ Ag+ൻ്റെ സ്ക്വയർ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വൃത്തിയായി മനസ്സിലാക്കി എഴുതിയെടുക്ക്. എടാ, ഇത് ലൈവ് ആണെങ്കിലും പ്രീമിയർ ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത്ര സമയം എടുത്തിട്ട് നിങ്ങൾ ക്ലാസ് കണ്ടാൽ മതി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ലിങ്ക് കിട്ടിയാൽ നിങ്ങൾക്കാർക്കും ഇനി ഈ ക്ലാസ് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് വീഡിയോ പോസ് ചെയ്ത് നിങ്ങളങ്ങനെ സമയത്തിനനുസരിച്ച് എഴുതി പോയാൽ മതി. 2NO + Cl2 2NOCl ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കിയേ. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ആരാ ഉള്ളത്? NOCl, അതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ NOClൻ്റെ സ്ക്വയർ വരുന്ന ഓപ്ഷൻ 3ഉം 4ഉം മാത്രം അല്ലേ? മുകൾ ന്യൂമറേറ്ററിൽ NOClൻ്റെ സ്ക്വയർ വരുന്നത് 3ഉം 4ഉം. താഴെ NOയുടെ സ്ക്വയറും Cl2. NOയുടെ സ്ക്വയർ ഇത് NO2ൻ്റെ സ്ക്വയർ ആണ്, അതുകൊണ്ട് ഇത് ആൻസർ അല്ല. ഇവിടെ NOയുടെ സ്ക്വയർ Cl2. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മോൾ പെർ ലിറ്റർ റൈസ് ടു Δn ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. H2 + I2 gives 2Hi. ആ റിയാക്ഷനിൽ Δn എന്ന് കണ്ടേ, പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം മൈനസ് റിയാക്റ്റൻറ്റ് സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം. സോ Δn = 0. സോ Kp = Kcl ഇട വരിക. Kp = Kc × RT all raised to 0. സോ Kp = Kc എന്ന് വരും. ഓപ്ഷൻ 1 ഈസ് ദി കറക്റ്റ് ആൻസർ. ഫോർ ദി ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട്. Kp ആൻഡ് Kc തമ്മിലുള്ള റിലേഷൻ, Kp Kc തമ്മിലുള്ള റിലേഷൻ കാണണമെങ്കിൽ Δn കാണണം. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 2 ഗ്യാസ്, റിയാക്റ്റൻറ്റ് സൈഡിൽ 2, 1, 3 ഗ്യാസ്. സോ ദി ആൻസർ ഈസ് -1. സോ Kp = Kc × RT all raised to -1. അങ്ങനെ ഓപ്ഷനിലുണ്ടോ നോക്കുക. അങ്ങനെ ഓപ്ഷനിലില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് Kp = Kc ഡിവൈഡഡ് ബൈ RT -1 എന്നുള്ളത് താഴേക്ക് വന്നാൽ RT എന്നാകും. സോ ആൻസർ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. ഇതെന്ന് നോക്കിയാൽ Kc തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ്റെ Kc ആണ് ചോദിച്ചത്. എടാ, Kc ഫോർ ദി റിയാക്ഷൻ N2 + 3H2 gives 2NH3 ഇടത് K ആണ്. അങ്ങനെയാണെങ്കിൽ Kc ഫോർ ദി റിയാക്ഷൻ 2NH3 gives N2 + 3H2. എന്താ സംഭവിച്ചത്? ഒന്നാമത്തെ റിയാക്ഷനെ റിവേഴ്സ് ചെയ്യല്ലേ ചെയ്തത്. ഒന്നാമത്തെ റിയാക്ഷനെ റിവേഴ്സ് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെസിപ്രോക്കൽ ആകുമെന്ന് നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതല്ലേടാ. നെക്സ്റ്റ് നോക്കിയടാ, ഇഫ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദി റിയാക്ഷൻ 2AB gives A2 + B2 is 36. വാട്ട് ഈസ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ AB gives, ഇവിടെ AB വിട്ടുപോയിട്ടുണ്ട്, AB gives half A2 + half B2. നോക്കിയടാ, ഒന്നാമത്തെ റിയാക്ഷനും രണ്ടാമത്തെ റിയാക്ഷനും തമ്മിലുള്ള ബന്ധം എന്താ? ഒന്നാമത്തെ റിയാക്ഷനെ 1/2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തതാണ് രണ്ടാമത്തെ റിയാക്ഷൻ. അപ്പോൾ 2AB ഉണ്ടായിരുന്നത് 1AB ആയി, 1A2 ഉണ്ടായിരുന്നത് ഹാഫ് ആയി, അപ്പുറത്തൊരു B2 ഉണ്ടായിരുന്നത് ഹാഫ് ആയി. 1/2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 36ൻ്റെ പവർ ആയിട്ട് 1/2 മാറും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3, 6 എന്ന് വരും. ശരിയല്ലടാ? 36⁻1/2 എന്ന് പറഞ്ഞാൽ √36. നെക്സ്റ്റ്, 2Hi gives H2 + I2. Equilibrium constant of the above reaction 6.4 ആണ്. If 0.25 mol each of H2 and I2 are added to the system, the new equilibrium constant എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞേടാ.
ഒരാളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 6.4 ആണ്. ഇനി അതിലേക്ക് കുറേ ഹൈഡ്രജനും അയഡിനൊക്കെ വീണ്ടും ആഡ് ചെയ്തു. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും? ആൻസർ 6.4 തന്നെ. എടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കോൺസെൻട്രേഷൻ മാറ്റിയാലൊന്നും ചേഞ്ച് ആകുന്ന ആളല്ല. ഇനി ഹൈഡ്രജൻ അല്ല അവൻ്റെ വാപ്പ വന്നു എന്ന് പറഞ്ഞാലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 6.4 തന്നെ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചേഞ്ച് ആവണമെങ്കിൽ ഒന്നിരിക്കലും ഈ മോഡ് ഓഫ് എക്സ്പ്രഷൻ മാറ്റണം, അതല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറണം. ഇത് രണ്ടും മാറാതെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറില്ല. H2 വന്നാലും I2 വന്നാലും HI വന്നാലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറൂല എന്ന് പലവരു ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഓർത്ത് വെച്ചേക്കണേ പൊന്നു മക്കളെ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. വെൻ ദി ഫോളോയിങ് റിയാക്ഷൻ കംസ് ടു ഇക്വിലിബ്രിയം. KC തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം മിക്സർ കണ്ടെയ്ൻ. എടാ KCയുടെ വാല്യൂ നോക്കിയാൽ 10⁻26 ആ. 10⁻26 എന്ന് പറഞ്ഞാൽ 10⁻3യേക്കാളും ഒരുപാട് താഴെയാണല്ലോ. അപ്പോൾ KCയുടെ വാല്യൂ 10⁻3യേക്കാൾ ചെറുതാണെങ്കിൽ റിയാക്ഷൻ ഈസ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് എക്സ്റ്റെൻഡ് കാണാൻ പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ അവിടെ മോസ്റ്റ്ലി ആരാ ഉണ്ടാവുക? റിയാക്റ്റൻ്റ് അല്ലേ ഉണ്ടാവുക. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഗോസ് ടു മോർ കംപ്ലീഷൻ. റിയാക്ഷൻ കൂടുതൽ തീരാൻ പോകുന്നത് എവിടെ? എൻഡ് പോയിന്റിലേക്ക് അടുത്തത് എവിടെ? എൻഡ് പോയിന്റിലേക്ക് അടുക്കുന്നത് എപ്പോഴാണ്? KCയുടെ വാല്യൂ 10⁻3യേക്കാൾ വലുതാകുമ്പോൾ. അപ്പോൾ 10⁻3യേക്കാൾ ഒരുപാട് വലുത് ഏതാ നോക്കുക. ഓപ്ഷൻ 2. ആൻഡ് 15th, K1 ആൻഡ് K2 ആർ ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ. ഓക്കെ, എയും ബിയും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ K1 ഉം K2 തമ്മിലുള്ള ബന്ധമുണ്ട്. നോക്കിക്കോ. SO2 പ്ലസ് HAFO2 ഗീവ്സ് SO3 ആണ് K1. 2SO3 പ്ലസ് SO2 ഗീവ്സ് O2 ആണ് K2. അപ്പോൾ K2വിനെ നമുക്കൊന്ന് നോക്കാം. K2 രണ്ടാമത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒന്നാമത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ റിയാക്ഷൻ ഒന്നാമത്തെ റിയാക്ഷനെ എന്തെല്ലാം ചെയ്തതാണെന്ന് മനസ്സിലാക്കണം. എടാ രണ്ടാമത്തെ റിയാക്ഷനും ഒന്നാമത്തെ റിയാക്ഷനും തമ്മിൽ ഇൻവേഴ്സ് ചെയ്തിട്ടില്ലേ? കാര്യം ഒന്നാമത്തെ റിയാക്ഷനിൽ SO3 ഉണ്ടായിരുന്നത് റൈറ്റ് സൈഡിലാണ്, രണ്ടാമത്തെ റിയാക്ഷനിൽ SO3 ഉള്ളത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്, അഥവാ K1ൻ്റെ റെസിപ്രോക്കൽ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു SO3 ഉണ്ടായിരുന്നു, ഇവിടെ എത്തിയപ്പോൾ 2 SO3 ആയിട്ടുണ്ട്. വിച്ച് മീൻസ് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 എന്നത് ഇതിൻ്റെ പവറായിട്ട് മാറും. സോ K2 is equal to 1/K1 square. K2 is equal to 1/K1 square. ഇങ്ങനെ ഓപ്ഷനിൽ ഉണ്ടോയെന്ന് നോക്കിയാൽ K2 is equal to 1/K1 square ഉണ്ട്. ഏതാണത്? ഓപ്ഷൻ 4 ആണ്. കാരണം ഈ K1 സ്ക്വയറിനെ അയാൾ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ K1 square is equal to K2 അങ്ങോട്ട് പോട്ടെ, 1/K2. സോ ആൻസർ 4. K1 square is equal to 1/K2. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ. മാനുഫാക്ചർ ഓഫ് അമോണിയ ബൈ ഹേബർ പ്രോസസ് ഇൻവോൾവ്സ് ദി റിയാക്ഷൻ N2 + 3H2 gives to NH3 delta H is equal to -22.4. എന്ത് മനസ്സിലായി? മൈനസ് കണ്ടാൽ മനസ്സിലായി ഇത് റിയാക്ഷൻ ഇസ് എക്സോതെർമിക് ആണ്. ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റിനെ ഇഷ്ടമല്ല. ഇതവിടെ ഒന്ന് ഉറപ്പിച്ച് വെച്ചേ. ഹീറ്റിനെ ഇഷ്ടമല്ലാത്ത നീ ബാക്കി വായിച്ചേ. എഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഹീറ്റിനെ ഇഷ്ടമല്ലാത്തടത്ത് എൻ്റെ വിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നതിൻ്റെ മറ്റൊരു ഭാഷയാണ് ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ് സൈഡ്. ഇങ്ങോട്ട് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ മോനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 17ാമത്തെ ക്വസ്റ്റ്യൻ. കോൺജുഗേറ്റ് ബേസ് ഓഫ് ഹൈഡ്രസോയിക് ആസിഡ്. ഹൈഡ്രസോയിക് ആസിഡ് ആരാണെന്ന് അറിയണം, ശ്രദ്ധിച്ചോളണേ. HN3 എന്ന് പറയുന്നവനാണ് ഹൈഡ്രസോയിക് ആസിഡ്. ഹലോ, NH3 അല്ല, HN3യുടെ പേരാണ് ഹൈഡ്രസോയിക് ആസിഡ്. അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് അല്ലേ ചോദിച്ചത്? കോൺജുഗേറ്റ് ബേസ് കാണാൻ ഒരു H+ റിമൂവ് ചെയ്താൽ മതി എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു Hഉം പോകണം പ്ലസും പോകണം, ബാക്കി N3- എന്നുണ്ടാകും. സോ ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. pKa ഈസ് മോർ ദാൻ pKb. pH ഓഫ് ദി aqueous solution ഓഫ് ദി സോൾട്ട് ബൈ ദി എബോവ് ആസിഡ് ആൻഡ് ബേസ്. എടാ pKa ഈസ് മോർ ദാൻ pKb എന്നാണ് പറഞ്ഞത്. pKa കൂടിയാൽ ആസിഡിറ്റി കുറവാണ് എന്നല്ലടാ അതിനർത്ഥം. ആസിഡിറ്റി കുറവാണ്. pKb ചെറുതാണെന്നല്ലേ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അതിനർത്ഥം അതിൻ്റെ ബേസിസിറ്റി വലുതുമാണ്. അപ്പോൾ 2 സോൾട്ടുകൾ, ഒരു സോൾട്ട് ഫോംഡ് ബൈ ദി മിക്സിംഗ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്, ആ ആസിഡിൻ്റെ ആസിഡിറ്റി കുറവും ആ ബേസിൻ്റെ ബേസിസിറ്റി വലുതുമാണ് എന്നല്ലടാ അതിനർത്ഥം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ
ആരാണോ സ്ട്രോങ് ആയിട്ടുള്ളത് അയാളുടെ നേച്ചറാണ് സോൾട്ട് കാണിക്കുക എന്ന് ഞാൻ പറഞ്ഞു. സോ ദി പി എച്ച് ഓഫ് ദി സോൾട്ട് വിൽ ബി ബേസിക്. ബേസിക് ആണ് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതാ? പി എച്ച് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. പി എച്ച് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ. ഫോർ എ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ദി റിലേഷൻ ബിറ്റ്വീൻ കെ എ ആൻഡ് കെ ബി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കെ എ ഇൻറ്റു കെ ബി ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു. കെ എ ഇൻറ്റു കെ ബി ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, സാറേ കെ എ ഇൻറ്റു കെ ബി ഈസ് ഈക്വൽ ടു 14 എന്നതും ശരിയല്ലേ? എടാ കെ ഡബ്ല്യുയുടെ വാല്യൂ 14 ആകുന്നത് റൂം ടെമ്പറേച്ചറിൽ മാത്രമാണ്. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് കെ ഡബ്ല്യുയുടെ വാല്യൂ 14 അല്ലാതെ ആവുകയും ചെയ്യാം. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ കെ ഡബ്ല്യുയുടെ വാല്യൂ 14 ആണ് എന്നുള്ളത് കൊണ്ട് എല്ലാ കണ്ടീഷനിലും കെ ഡബ്ല്യുയുടെ വാല്യൂ 14 ആണ് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഏറ്റവും ശരിയായ ഉത്തരം ഓപ്ഷൻ 3 ആണ്. കെ എ ഇൻറ്റു കെ ബി ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു. മിക്സ്ഡ് സൊല്യൂഷൻ ഓഫ് താലിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രജൻ താലേറ്റ് ഈസ്. താലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ആസിഡാണ്. പൊട്ടാസ്യം ഹൈഡ്രജൻ താലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോൾട്ടുമാണ്. അപ്പോൾ ഒരു വീക്ക് ആസിഡും അതിൻ്റെ സോൾട്ടും വന്നാൽ ദാറ്റ് ഈസ് ആസിഡിക് ബഫർ. കെ എസ് പി ഓഫ് ദി സോൾട്ട് A3B2. A3B2വിൻ്റെ കെ എസ് പി ആണ് ചോദ്യം. സൊല്യൂബിലിറ്റി എക്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ കെ എസ് പി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നടാ? എക്സ് റേസ് ടു എക്സ് 3/3 ഇൻറ്റു 2/2 ഇൻറ്റു എസ് റേസ് ടു, ഇവിടെ എസിന് പകരം എക്സ് ആണ് തന്നിട്ടുണ്ട് സൊല്യൂബിലിറ്റി, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 5. 3/3 27. ദിസ് ഇസ് 4. 27 ഇൻറ്റു 4 108 എക്സ് റേസ് ടു 5. 108 എക്സ് റേസ് ടു 5. So the answer is option 1. സൊല്യൂബിലിറ്റി ഓഫ് കാൽസ്യം ഫ്ലൂറൈഡ് 2 ഇൻറ്റു 10⁻⁻⁴ ആണ്. സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് എത്ര? എടാ CaF2 ആണ്. എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു വൈ ഇൻറ്റു എസ് റേസ് ടു എക്സ് പ്ലസ് വൈയിലേക്ക് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് 1 ആണ്, അതുകൊണ്ട് അത് പോയി. വൈ 2 ആണ്. 2 × 4 ആണ്. 4s റേസ് ടു എക്സ് പ്ലസ് വൈ 3 എന്ന് വരും. 4s ക്യൂബ്. സൊല്യൂബിലിറ്റിയുടെ വാല്യൂ 2 ഇൻറ്റു 10⁻⁴ ആണ് തന്നിട്ടുണ്ട്. സോ 4 ഇൻറ്റു 2 ഇൻറ്റു 10⁻⁻⁴ ഓൾ റേസ് ടു 3 അങ്ങനല്ലേ വരിക? അതെ. 4 ഇൻറ്റു 2ൻ്റെ ക്യൂബ് എത്രയാടാ? 8 ആണ്. 10⁻⁻⁴ ഇൻറ്റു 3 10⁻⁻12. സോ ദാറ്റ് ഈസ് 32 ഇൻറ്റു 10⁻⁻12 എന്ന് ആൻസർ വരും. 32 ഇൻറ്റു 10⁻⁻12. അപ്പോൾ 32 ഇൻറ്റു 10⁻⁻12 എന്നതിനെ ഇവിടെ ഇവിടെ 4 ഇൻറ്റു 8 ഇൻറ്റു 10⁻⁻12 എന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. 32 എന്നുള്ള വാല്യൂവിൻ്റെ ആവശ്യമില്ല. 4 ഇൻറ്റു 8 ഇൻറ്റു 10⁻⁻12 എന്ന് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഇതോടുകൂടെ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയായി. നിങ്ങൾക്ക് അത്യാവശ്യം എൻട്രൻസിന് ഒരു അറിവൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഇതുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത്രയും സമയം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരുന്നതിൽ വളരെ സന്തോഷം. CM അക്കാഡമിയുടെ മറ്റുള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും മറ്റു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആവാൻ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെറിയ പേയ്മെൻറ്റിൽ ഞങ്ങൾ ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ക്രോളിങ്ങിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളോട് ബാക്കി കാര്യങ്ങൾ നേരിട്ട് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റിക്വസ്റ്റ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത്, ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളിതൊന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ജസ്റ്റ് ഒരു 10 ആൾക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കാണുകയോ കാണാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. നിങ്ങൾ ഇത് കണ്ട് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് എന്നെ കൊണ്ടൊരു ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രമാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. പറ്റുമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ, ലൈവ് സെഷനിലല്ല, വീഡിയോയുടെ താഴെ നല്ലൊരു കിഡ്ലൻ കമൻറ്റും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന സാധനം, അത്ര മതി. അതിനിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് നെഗറ്റീവുകളും അറിയണമല്ലോ. തിരുത്താനുള്ളത് നമ്മളല്ലേ തിരുത്തണ്ടേ. ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗുണം കിട്ടിയിട്ടുണ്ട്, ഇല്ലെങ്കിലില്ല എന്നൊരു കമൻറ്റ് കൂടി തന്നാൽ നമുക്കിതിൻ്റെ ഒരു ഫീഡ്ബാക്കും മനസ്സിലാക്കാൻ പറ്റും. എനിവേ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.